ഏൽപ്പിക്കുന്ന കർത്താവേ, നന്ദിയോടെ സ്തോത്രം കർത്താവേ. കുഞ്ഞുങ്ങൾ അവിടെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അൻപുള്ള യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറയാം. ആമേൻ. സങ്കീർത്തനം വായിച്ച് കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പ്രിയ ആഷേർ മുന്നോട്ട് കടന്നു വരും. പ്ലീസ് കം. ആഷേർ വിൽ കം ആൻഡ് he will meditate the Psalms. Praise God. As we all are standing together, we will read Psalms chapter 119, verse 25 to 40. സങ്കീർത്തനങ്ങൾ 119 സങ്കീർത്തനം അതിൻ്റെ 25 വാക്യം മുതൽ 40 വാക്യം വരെ, 40 വാക്യം വരെ നമ്മൾ വായിക്കും. അത് വേഴ്സ് ബൈ വേഴ്സ് ആണ്. ആദ്യം ഞാൻ വായിക്കും, പിന്നെ നിങ്ങൾ പുറകെ വായിക്കുക. Verse 25, I am laid low in the dust. Preserve my life according to your word. Cause me to understand the way of your precepts, that I may meditate on your wonderful deeds. Keep me from deceitful ways. Be gracious to me and teach me your law. I hold fast to the status. Lord, do not let me be put to shame. Teach me, Lord, the way of your decrees, that I may follow it to the end. Direct me in the path of your commands, for there I find delight. Turn my eyes away from worthless things. Preserve my life according to your word. Shall we all read together both verses? Take away the disgrace I dread, for your laws are good. How long for your precepts in your righteousness preserve in my life. Amen. Shall we all sit in our places? I thank God for this wonderful opportunity to stand before you all with the living and unchanging word of God. And I especially thank God for this wonderful time and day that God given me and all of us. Today is September 1 and the first Sunday of this month, and we are very glad here to worship the God with the living God and the unchanging word of God. And the Lord has mightily spoke to us through the songs we have sung today, and God will mightily speak to us in the word of God, through the word of God, and we will meditate. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുക. I will speak both in English language as well as in Malayalam. If you say, I will speak in Hindi also, but due to the lack of time, I will just speak the main content which the psalmist has given the particular importance thing in the Psalm 119 verse 25 to 40. And first of all, when we read through this psalm, we have seen many things. So in the verse 27, cause me to understand the way of your precepts, that I may meditate on your wonderful deeds. The psalm here focusing on the word, decree and law. മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തിരുവചനം, ചട്ടങ്ങൾ, ന്യായപ്രമാണം. ഇത് റിപ്പീറ്റായിട്ട് മൊത്തം സാം 119 എഴുതിയിരിക്കുന്നു. ഇവിടെ ഞാൻ മൊത്തം സാംസ് നിങ്ങളുടെ മുമ്പിൽ സമ്മറൈസ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മുടെ കുട്ടികൾ ഇവിടെ നിന്ന് സാം 119 പറയുമ്പോൾ
ഞാൻ വിചാരിക്കും എങ്ങനെ ഇവർക്ക് പറയാൻ കഴിയും. ദൈവം കൃപ കൊടുത്താൽ ആർക്കും പറയാൻ കഴിയും. നമ്മൾ പഠിക്കുക, അതിൽ ധ്യാനിക്കുക, ദൈവം അതിനാൽ ശക്തി നൽകും. ഹല്ലേലൂയ, ആമേൻ. ഇവിടെ ഈ 3 കാര്യങ്ങൾ വേർഡ്, ഡിക്രി ആൻഡ് ലോ ഞാൻ ഡിസ്പ്ലേ ചെയ്യാം നിങ്ങൾക്ക് വേണ്ടി. ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് ആ 3 കാര്യങ്ങൾ ആദ്യത്തെ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ ഇടയായിത്തീരും. വേർഡ്, ഡിക്രി ആൻഡ് ലോ. വേർഡ് എന്ന ശബ്ദം നമ്മൾ ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 1 നമ്മൾ കാണുവാനായിത്തീരും. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗാഡ് ആൻഡ് ദ വേർഡ് വാസ് ഗാഡ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനത്തിൽ യാത്ര ചെയ്താണ് എപ്പോഴും സാമിസ്റ്റ്, ഈ സങ്കീർത്തനക്കാരൻ പോയത്. 119 സങ്കീർത്തനത്തിൽ അടങ്ങിയിരിക്കുന്നത് 176 വേഴ്സസ് ആണ്. ആ 176 വേഴ്സസ് എല്ലാം ഹീബ്രു ആൽഫബറ്റ്സ് നമുക്ക് ഹെഡിങ് കാണുവാനിടയായിത്തീരും. ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. നിങ്ങളുടെ ബൈബിൾ തുറന്ന് നോക്കിയാൽ അവിടെ 8 വേഴ്സസ് വെച്ചാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഹീബ്രു ആൽഫബറ്റ്സിൽ. അലേഫ്, ബെത്ത്, ഗീമേൽ, ഡാലെറ്റ്, ഹേ, വാവ്, സൈൻ, ഇത് ഹീബ്രു ആൽഫബറ്റ്സ് ആണ്. ഇംഗ്ലീഷ് ആൽഫബറ്റ് പോലെ ABCD എന്ന പോലെ ഹീബ്രു ആൽഫബറ്റ്സിൽ അടങ്ങിയിരിക്കുന്നതാണ്. അപ്പോൾ ഓരോ സെക്ഷനിലും 22 സെക്ഷൻ അവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. And this Psalm 119 is divided into 22 sections or the parts, headings we can see, and each section includes 8 verses. 8 വേഴ്സ് വെച്ചാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാണുവാൻ ഇടയായിത്തീരും എല്ലാ ആൽഫബറ്റ്സിലും ദൈവത്തിൻ്റെ വചനം എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ലോർഡ്, അക്കോർഡിംഗ് ടു ദ decree of Lord, according to the law of God, according to the commandments of Lord. എല്ലാ വേഴ്സിലും അത് സ്കിപ്പാക്കിയിട്ടില്ല സാമിസ്റ്റ്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ വചനം കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് ഈ സങ്കീർത്തനക്കാരൻ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത്. വേഴ്സ് 1 തൊട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആലേഫ്, ബെത്ത്, ഗീമേൽ, ഡാലെറ്റ് എല്ലാ സെക്ഷനിലും വാക്ക് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗാഡ്, ദൈവവചന പ്രകാരം നടക്കുക. പ്യൂരിറ്റി അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗാഡ്. മൈ സോൾ ലോങ്ങിങ് ഫോർ ദ വേർഡ് ഓഫ് ഗാഡ്. പ്രിസർവ് മൈ ലൈഫ് അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ഗാഡ്. ലോങ്ങിങ് ഫോർ ദ വേർഡ് ഓഫ് ഗാഡ്. നെവർ ടേക്ക് ദ വേർഡ് ഓഫ് ട്രൂത്ത് ഫ്രം മൈ മൗത്ത്. എൻ്റെ വായിൽ നിന്ന് സത്യത്തിൻ്റെ വചനം എടുത്തു കളയരുതേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. പിന്നെ അടുത്ത വേഴ്സ് നമ്മളിങ്ങനെ വായിച്ചുകൊണ്ട് മൊത്തം വായിക്കാൻ സമയമില്ല. പക്ഷേ ഇതിനകത്തുനിന്ന് ചില വേർഡുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ എഴുതിയിട്ടുണ്ട്, യുവർ വേർഡ് ഈസ് എറ്റേണൽ. Word of God is sweeter than honey. Word of God is lamp for my feet. Word of God is refuge and shield. Word of God is gold and pure gold. Word of God gives understanding to the simple. Word of God is perfect law. Hallelujah. Word of God. What is word of God? He has explained, the psalmist has explained in whole 119 chapter, and he has given the importance of the word of God. ദൈവത്തിൻ്റെ വചനത്തിന് അവൻ സാമിസ്റ്റ് സങ്കീർത്തനക്കാരൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ബഹുമൂല്യ കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ വായിച്ച വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 25 വചനത്തിൽ ഇങ്ങനെ എഴുതിയേക്കുന്നു, ഐ ആം ലെയ്ഡ് ലോ ഇൻ ദ ഡസ്റ്റ്, പ്രിസർവ് മൈ ലൈഫ് അക്കോർഡിംഗ് ടു യുവർ വേർഡ്. നിന്റെ വചനത്താൽ എന്നെ ജീവിപ്പിക്കണമേ. അവൻ്റെ വചനം ശക്തിയാണ്. ഇന്ന് നമ്മൾ പാട്ടിലൂടെ നമ്മൾ കേൾക്കുവാനിടയായിരുന്നു, അവൻ അധികാരമുള്ളവനാണ്. ആ അധികാരമുള്ള വചനം നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. ആ വചനം ആദിയിൽ വചനമായിരുന്നു. ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു. ആ വചനം ദൈവമായിരുന്നു. ആ വചനം ദൈവമായിരുന്നെങ്കിൽ ആ വചനം നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ആ വചനത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ആ വചനത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഒരു നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഗാഡ് ആൻഡ് നത്തിങ് ക്യാൻ ചേഞ്ച് ദ വേർഡ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ.
Nothing can change the word of God. ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആകാശവും ഭൂമിയും മാറിപ്പോകും, പക്ഷെങ്കിൽ അവൻ്റെ വചനം ഒരിക്കലും മാറുകയില്ല. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ആകാശം ഭൂമി ഉണ്ടാക്കിയത് ആരാ? ദൈവമാണ്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് ഉണ്ടാക്കിയ സാധനമാണ്. മനുഷ്യരും ഇവിടെ കാണുന്ന എല്ലാ സാധനവും. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വചനം മാറുകയില്ല. ഇതെല്ലാം മാറിയാലും, മനസ്സിലാകുന്നു? നമ്മുടെ കൂട്ടുബന്ധങ്ങൾ മാറിയാലും, നമ്മുടെ സ്വന്തം ബന്ധങ്ങൾ മാറിയാലും, നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ മാറിയാലും, ചേഞ്ച് ആയാലും, ഈ ലോകം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംഭവങ്ങൾ നമ്മൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വചനം മാറിയിട്ടില്ല, അത് മാറുകയുമില്ല. കാരണം ഒരു ആൾക്കും ഒരു കാര്യത്തിനും ദൈവത്തിൻ്റെ വചനത്തെ മാറ്റാൻ പറ്റിയില്ല. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഇത്രയും ശക്തിയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏതവസ്ഥ നമ്മളായിരുന്നാലും ദൈവത്തിൻ്റെ വചനം നമ്മുടെ മുമ്പിൽ കടന്നു വന്നാൽ അത് തിരിച്ചു മടങ്ങിപ്പോകുകയില്ല വെറുതെ. അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി കൊണ്ടുപോകും. ഹല്ലേലൂയ. 25ാമത്തെ വേഴ്സ് ഞാൻ വായിച്ചു. 28ാമത്തെ വേഴ്സിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മൈ സോൾ ഈസ് വിയറി വിത്ത് സോറോ. 28ാമത്തെ വചനം മലയാളത്തിൽ ആരെങ്കിലും വായിക്കാം? എൻ്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു, നിന്റെ വചനപ്രകാരം എന്നെ നിവർത്തണമേ. ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതി, മൈ സോൾ ഈസ് വിയറി വിത്ത് സോറോ, സ്ട്രെങ്ത് me according to your word. Strengthen me according to your word. എന്നെ ബലപ്പെടുത്തണം, ഞാൻ ഉരുകുന്നു. മെഴുതിരി ഉരുകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അത് കയ്യിൽ വീണാൽ പൊള്ളും. റൈറ്റ്? The candle, we have seen the candle, it burns and just melt, and when it melts it falls on our hands while we hold into it, and it will burn our hands. Right? So അതുപോലെയാണ് നമ്മുടെ ജീവിതം എന്ന് സങ്കീർത്തനഗാനം പറയുന്നു. ഞാൻ വിഷാദം എന്ന രോഗമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾ ചിന്തിച്ച് നമ്മളെ ഡൈവേർട്ട് ആക്കുന്ന, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു: വേർഡ്, വചനം, തിരുവചനം, ദൈവവചനം; ഡിക്രി, ചട്ടങ്ങൾ; 3ാമത്തേതാണ് ലോ. ഇത് 3ഉം ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർ അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നവർ എപ്പോഴും 3 മിറർ അവരുടെ മുൻപിലുണ്ടായിരിക്കും. അവരെപ്പോഴും കാണും ആ മിറർ. എന്താണ്? പുറകിൽ വരുന്ന വണ്ടികൾ എങ്ങനെ വരുന്നു, അടുത്ത ലൈനിൽ പോകുമ്പോഴും അവർ നോക്കുന്നു. എപ്പം അവർ നോക്കിയാലും അവരുടെ കണ്ണുകൾ ആ മിററിലായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എപ്പോഴും ആ മിറർ ദൈവവചനം നമ്മുടെ കയ്യിൽ എടുക്കുക, നമ്മൾ നോക്കുക. ഡിസ്ട്രാക്ഷൻ ചെയ്യുന്ന പല കാര്യങ്ങളും ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കും. നമ്മളെ ആ ഡിസ്ട്രാക്ഷനിൽ നിന്ന് ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവരും. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ വായിച്ചു, നമ്മൾ ആരെങ്കിലും വിഷാദത്താൽ ഇരിക്കുന്നുണ്ടോ? വിഷാദം എന്ന് വെച്ച പല കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് വിഷാദമായി ഇരിക്കുന്നു. എന്നാൽ ദൈവവചനം കയറി വരുമ്പോൾ, അത് ക്രിയ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ പകരും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ ശക്തി നമ്മളെ നിവർത്തും. നമ്മൾ വയസ്സരായുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്, വടി വെച്ചാണ് ഇങ്ങനെ നടക്കുന്നത്. അവർ നിവർന്നല്ല നടക്കുന്നത്, കുനിഞ്ഞാണ് നടക്കുന്നത്. പക്ഷെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മളെ നിവർത്തണമെങ്കിൽ നമ്മുടെ ബോൺസ് സ്ട്രോങ് ആയിരിക്കണം, എന്നാലേ നിവരാൻ പറ്റത്തുള്ളൂ. ദൈവം നമ്മുടെ അസ്ഥികളെ ബലമാക്കും. കഴിഞ്ഞ സൺഡേയിൽ പാസ്റ്റങ്ങൾ പ്രസംഗിച്ചപ്പോൾ ദൈവം എന്നോട് ഇടപെട്ടു. ഞാൻ പറയട്ടെ, അവിടെ പാസ്റ്റങ്ങൾ പറഞ്ഞു, ഈ അസ്ഥികൾ ജീവിക്കുമോ? ദൈവം ബലം തന്നാൽ അസ്ഥികളും ജീവിക്കും. ഹല്ലേലൂയ. റെവലേഷൻ്റെ പ്രകാശിത് വാക്യ റെവലേഷൻ്റെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വചനം പറയുന്നവരും കേൾക്കുന്നവരും അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ
എന്ന് വെച്ചാൽ ഞാൻ വചനം കേൾക്കുന്നവരും ആയിത്തീരണം, വചനം പറയുന്നവരും ആയിത്തീരണം. അപ്പം രണ്ടുപേരും ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. വചനം പറയുന്നവരും കേൾക്കുന്നവരും പറഞ്ഞനുസരിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. ഞാൻ ഒന്ന് തൊട്ട് പോവുകയാണ്. 38-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നു. ഫുൾഫിൽ യുവർ പ്രോമിസ് ടു യുവർ സെർവൻറ്റ് സോ ദാറ്റ് യു മേ ബി ഫിയർഡ്. മലയാളത്തിൽ ഒന്ന് വായിക്കാം. ആമേൻ. 40-ാമത്തെ വചനം. How I long for your precepts. ഞാൻ വാഞ്ചിക്കുന്നു വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ. വാഞ്ചിക്കുന്നേ വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ. വാഞ്ചിക്കുന്നേ. മതി. ഇവിടെ വെള്ളത്തിനായി വീഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നു. വേഴാമ്പലിൻ്റെ ഇവിടെ കുഴിയുണ്ട്. അത് വെള്ളം ശേഖരിച്ചു വെക്കും. അത് മഴ പെയ്യുമ്പോൾ ഇങ്ങനെ തുറന്നു വെക്കും. എന്തിനാ? വെള്ളത്തിനായി വാഞ്ചിക്കുന്ന നമ്മൾ ആ വാഞ്ചനയോടെ നമ്മൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവം വെള്ളത്താലല്ല, നമുക്ക് എന്ത് ആവശ്യമുണ്ടോ അതിനാൽ ദൈവം നിറയ്ക്കും. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ നമ്മളെ സ്തുതിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിനായി നമ്മൾ സമർപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ഹൃദയം, നമ്മുടെ ശരീരം, നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം നമ്മുടെ മേൽ സ്പർശിക്കും. നമ്മൾ എത്ര വട്ടം ഇന്ന് രാവിലെ എണ്ണീറ്റപ്പം തൊട്ട് മിററിൻ്റെ മുമ്പിലായിരുന്നു അല്ലേ? ഒരു കണ്ണാടിയുടെ മുമ്പിൽ. ഈ കണ്ണാടി നമ്മളെ കാണിക്കുന്നു നമ്മൾ എങ്ങനെയാണ്. നമ്മൾ സന്തോഷമാണോ? എവിടെയാണ് ഒരു കറ പറ്റിയിരിക്കുന്നത് അത് നമ്മൾ തുടച്ചു കളയും. അതുപോലെയാണ് ഏത് സമയവും നമ്മൾ മിററിൻ്റെ മുമ്പിൽ എന്ന പോലെ നമ്മൾ ഈ വചനവും അതേപോലെ കാണുക. ഇത് നമ്മളെ നേർവഴിക്ക് നടത്തും. നമുക്ക് അറിയാത്ത പല കാര്യങ്ങളുണ്ട്, നമുക്ക് അറിയാത്ത പല വഴികളുണ്ട്, നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. പല കാര്യങ്ങൾ നമ്മളെ വിഷാദിക്കുന്നു, പല കാര്യങ്ങൾ നമ്മളെ ശല്യപ്പെടുത്തുന്നു. ഇത് എല്ലാം നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് വചനത്തിൽ നിന്ന് അകറ്റുകയാണ്. പക്ഷെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. ഒരു സ്ത്രീ, നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം എടുക്കുക, ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അതിലൂടെ തന്നെ നമുക്ക് അവസാനിപ്പിക്കാം ഈ ഇന്നത്തെ സാം. അപ്പം ദൈവം യേശു ക്രിസ്തു മറിയയും മാർത്തയുടെയും വീട്ടിൽ വന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10:38 മുതൽ 42 വരെ അവിടെ കാണിക്കുന്നു. ഞാൻ ഒരു വാക്യം ഞാൻ നിങ്ങളോട് പറയാം. 41 and 42 മലയാളത്തിൽ ആരെങ്കിലും വായിക്കുക. പലതിനെയും കുറിച്ചും വിചാരപ്പെട്ടിരിക്കുകയാണ്. യേശു ക്രിസ്തു അവിടെ വന്നു, വചനം പറയാൻ വേണ്ടി വന്നു. അന്നേരം മറിയ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവിടെ നമ്മൾ കണ്ടു മാർത്ത അവിടെ ഡിസ്ട്രാക്റ്റഡായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളിൽ ചിന്തിച്ച് ഡിസ്ട്രാക്റ്റായി. പക്ഷെങ്കിൽ മറിയ, യേശു കണ്ടു മറിയ ഒരു കാര്യം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കാൻ കഴിയില്ല. അതാണ് ദൈവവചനം. നമ്മൾ പല കാര്യങ്ങൾ ചിന്തിച്ച്, പല കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് നമ്മുടെ മനസ്സ് മടുത്തുപോയെങ്കിലും വിഷമിച്ചിരിക്കുന്നു. ആ കാര്യങ്ങളിലും ദൈവം പറയുന്നു, ഒരു കാര്യത്തെ നീ പിടിക്കുക, ഒരു കാര്യത്തെ നീ മുറുകെ പിടിക്കുക. ദൈവവചനം വിട്ട് നമ്മൾ അകരരുത്, നമ്മൾ വിട്ടുമാറരുത്. ദൈവവചനം നമ്മളെ നയിക്കും. ദൈവവചനം നമുക്ക് ആ കാര്യങ്ങളെ പറഞ്ഞു തരും.
നമ്മൾ കിച്ചണിലായിരിക്കുമ്പോഴും, നമ്മൾ ഓഫീസിലായിരിക്കുമ്പോഴും, നമ്മൾ വീട്ടിലായിരിക്കുമ്പോഴും ദൈവശബ്ദം നമ്മൾ കേൾക്കാറുണ്ട്. ഹല്ലേലൂയ. ആ എക്സ്പീരിയൻസ് നിങ്ങളിലുണ്ട്, എനിക്കറിയാം. ദൈവവചനം നമ്മളോട് സംസാരിക്കും, ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കും. ഹല്ലേലൂയ. ഒരു നിമിഷം നമ്മൾ ഈ വചനത്തിനായി നമ്മൾ ഏറ്റുകൊടുക്കാം, നമ്മൾ സമർപ്പിക്കാം. ദൈവം പറയുന്നു, let us give our life to God. നമ്മുടെ ജീവിതം ദൈവത്തിനായി സമർപ്പിക്കുക. ഏത് വിഷയമായാലും, ഏത് പരിസ്ഥിതിയായാലും, ഏത് രോഗമായാലും ദൈവത്തിന് സാധിക്കും. Nothing is impossible with God, because that God is here. The God is here in our midst. ഒരേ ആത്മാവാണ്, അതേ ആത്മാവാണ് എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നത്. ഒരേ ആത്മാവാണ്. യെസ്, കഴിഞ്ഞ സൺഡേ പറഞ്ഞതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ അവനോട് അടുത്തിരിക്കുന്നുണ്ടോ? നമ്മളെ അവൻ കാണുന്നുണ്ടോ? എപ്പോഴും നമ്മൾ അവനോട് അടുത്തിരിക്കുന്നുണ്ടോ? നമ്മൾ അവൻ്റെ വചനം കേൾക്കുന്നുണ്ടോ? Let us give our life in the hand of God and just say to the Lord that let everything happens according to His word. Everything happens according to His word. ദൈവത്തിൻ്റെ വചനത്താൽ എല്ലാം നടക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്താൽ എല്ലാം സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നടക്കട്ടെ. അതുപോലെ തന്നെ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ നടക്കും. ഹല്ലേലൂയ. അതുപോലെ തന്നെ നടന്നിട്ടുണ്ട്, അല്ലേ? ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ തന്നെ നടക്കുന്നുണ്ട്, ഇനി നടക്കും. നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. മറിയ എന്നോട് നോക്കി പറഞ്ഞതുപോലെ ദൈവം ഇന്ന് നമ്മളെ നോക്കി എന്തു പറയുന്നു? നമ്മളെ നോക്കി എന്തു പറയുന്നു? നമ്മൾ മാർത്തേൻ്റെ രൂപത്തിലാണോ, മറിയയുടെ രൂപത്തിലാണോ? നമ്മുടെ വീട്ടിൽ പല സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. ആ വീട്ടിൽ തന്നെ 2 സ്വഭാവമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ദൈവത്തിനോട് അടുത്തിരിക്കുന്നവരാണോ, ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നവരാണോ? ഹല്ലേലൂയ. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. അവൻ വാക്ക് മാറില്ല, അവൻ്റെ വാക്കും മാറുകയില്ല. ഹല്ലേലൂയ. Jesus, only one word is enough to change our situation. Only one word is enough to change our decision, change our way, and God is able to do in our life. Let us not be distracted like Martha, as we have heard today from the word of God, that walk according to the word of God. Walk according to the word of God. And think for a moment, that is our name written in the book of life. Is our name written in the book of life. ഒരു നിമിഷം നമ്മൾ ഓർക്കുക, നമ്മുടെ പേര് സ്വർഗത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? ആ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക. He will judge according to the word of God. He will judge according to the word of God. If He is blessing according to the word of God, if He is healing according to the word of God, one day He will come into the heaven and He will judge according to the word of God. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ചേർന്ന് പാടാമോ? എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവനെന്നുമെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. അവനാദ്യനും അന്ത്യനുമേ, ദിവ്യ
സ്നേഹത്തിനുറവിടമേ, അവനാദ്യനും അന്ത്യനുമേ. ദിവ്യ സ്നേഹത്തിനുറവിടമേ, 10,000 അതിശ്രേഷ്ഠനവൻ, സുസ്ഥനാം വന്യനാം നായകൻ. 10,000 അതിശ്രേഷ്ഠനവൻ, സുസ്ഥനാം വന്യനാം നായകൻ. എൻ്റെ ക്ലേശമെല്ലാം നീങ്ങിപ്പോം, കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. എൻ്റെ ക്ലേശമെല്ലാം കണ്ണുനീരെല്ലാം തുടച്ചിടുമേ. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി വാനിൽ വെളിപ്പെടുമ്പോൾ ഞാൻ അവനിടം പറന്നുയരും. അവൻ രാജാവായി Praise the Lord. കേട്ട നല്ല സങ്കീർത്തനത്തിനായി കരങ്ങളെ അടിച്ച് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. വണ്ടി ഓടിക്കുന്നവർ കയ്യെന്ന് ഉയർത്തിയാട്ടെ. വണ്ടി ഓടിക്കുന്നവർ കയ്യെന്ന് ഉയർത്തിയാട്ടെ. വണ്ടി ഓടിക്കാൻ ആഗ്രഹമുള്ളവരോട് നിന്ന് കൈ ഓടിക്കുക. പ്രൈസ് ദി ലോർഡ്. വണ്ടിയെ കയറി പോകുന്നവർ കൈ ഉയർത്തിയാട്ടെ. ആണേ സ്തോത്രം. നിങ്ങളുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന ഡ്രൈവർ അവൻ 2 കണ്ണാടിയിൽ നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചാൽ എന്താകും സ്ഥിതി? പ്രൈസ് ദി ലോർഡ്. വണ്ടി ഓടിക്കുന്നവരോട് ചോദിക്കട്ടെ, നിങ്ങൾ 2-3 കണ്ണാടി നോക്കാതെ മോട്ടോർ വേയിൽ പോകുന്ന സമയത്ത് അവൻ നിങ്ങൾ ലൈൻ മാറ്റിയാൽ എന്താകും സ്ഥിതി? പ്രൈസ് ദി ലോർഡ്. കൊട്ടയ്ക്കകത്ത് വാരിക്കൊണ്ടുവരാം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ വചനമാകുന്ന കണ്ണാടിയിൽ നോക്കുവാനിടയായാൽ നമ്മളെ തന്നെ അവിടെ പ്രതിഫലിപ്പിക്കുവാനിടയായി തീരും. ആമേൻ. ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ നിയമങ്ങൾ, ഇത് 3ഉം നമ്മൾ ആമേശ്വത്തെ മുമ്പിൽ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കത്തില്ല. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച നല്ല സങ്കീർത്തനത്തിനായിട്ട് പ്രിയാശ്വരനെ കുടുംബവുമായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രിയ സ്തോത്രം പ്രൈസ് ദി ലോർഡ് രതീഷ് പേർ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ നല്ല പിതാവേ, അപ്പായി നല്ല സമയത്തിനായി എനിക്ക് നന്ദി പറയുന്നു. ഒരു ഞായറാഴ്ച കൂടി കർത്താവെ അവിടുത്തെ ആലയത്തിൽ വന്ന് കർത്താവെ ഹാലൊരു സഭയാൻ കുടുംബമായി ചേർന്ന് കർത്താവെ അവിടുത്തെ ആരാധിക്കുവാൻ നൽകിയ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നു. നല്ലൊരു ആരാധന കർത്താവെ അവിടെ ഞങ്ങൾക്ക് നൽകിയതിനായി നന്ദി പറയുന്നു. ഇറങ്ങി വന്ന ദൈവസാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. കർത്താവെ സ്തോത്രം. ഹാലലുയ. കേൾപ്പിച്ച കർത്താവെ സംഗീതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹാലലുയ. അപ്പോൾ ദൈവവചനം കർത്താവെ മുറുകെ പിടിച്ച് കർത്താവെ മുന്നോട്ട് പോകുവാൻ ഹാലലുയ. അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം കർത്താവെ ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. കർത്താവെ സ്തോത്രം. ഹാലലുയ. അപ്പോൾ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. അപ്പോൾ ആശീർവാദ കുടുംബമായി കർത്താവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ദൈവത്തിന് വേണ്ടി കർത്താവെ നിൽക്കുവാൻ, ദൈവവചനത്തിനായി നിൽക്കുവാൻ കർത്താവെ എൻ്റെ മകനെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറയായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥനയുടേതായ സ്തോത്രം. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഒരു മൈക്കൂടെ
Praise the Lord.
Praise the Lord. Hallelujah. So your ticket is ready. Okay. യോവനാന്റെ രക്ഷക്കായി വാഞ്ചിരിക്കുന്നു, നിന്റെ ന്യായപ്രമാണന്റെ പ്രമോദമാകുന്നു, നിന്നെ സ്തുതിച്ചിരിക്കുന്നു, എൻ്റെ പ്രാവം ജീവിച്ചിരിക്കുമേ, നിന്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ. I long for your salvation, Lord, and your law gives me delight. Let me live, O Lord, I may praise you, and your law sustains me. Psalms 119, verse 174, 175. Amen. Praise the Lord. Old Testament and New Testament. Old Testament, New Testament. Old Testament. New Testament, both? Old Testament. Okay, come on. Genesis, Exodus, Leviticus, Numbers, Deuteronomy, Joshua, Judges, Ruth, 1 Samuel, 2 Samuel, 1 Kings, 2 Kings, 1 Chronicles, 2 Chronicles, Ezra, Nehemiah, Esther, Job, Psalms, Proverbs, Ecclesiastes, Song of Songs, Isaiah, Jeremiah, Lamentations, Ezekiel, Daniel, Hosea, Joel, Amos, Obadiah, Jeremiah, Micah, Nahum, Habakkuk, Zephaniah, Haggai, Zechariah, Malachi. അതിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. That's it. Because, that's it. New Testament പറയാൻ പറ്റുമോ? പറഞ്ഞു. കൊടുത്തു. Matthew, Mark, Luke, John, Acts, Romans, 1 Corinthians, 2 Corinthians, Galatians, Ephesians, Philippians, Colossians, 1 and 2 Thessalonians, 1 and 2 Timothy, Titus, Philemon, Hebrews, James, 1 Peter, 2 Peter, 1 John, 2 John, 3 John, Jude, Revelation. Old Testament, New Testament, okay? Okay, that's it. That's it. Somebody can read. Who's praying? Come on fast. Let's close our eyes and pray. Hallelujah, thank you, Lord, for everything. Lord, pray, may you bless all the kids who are standing here today, Lord. May you all bless them, may you walk in the path right, Lord. May you continue to bless us, and may you bless the Holy Communion who will take, Lord, in your prayer. May you bless all the adults, Lord, and may you bless all the parents, Lord, in your prayer. May you all bless them, Lord. May you walk in the path of your right, Lord. May you learn your words every single day, Lord, in your prayer. Amen. ആമേൻ. നമുക്ക് നമ്മുടെ കരങ്ങളെ, വിശുദ്ധ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. പ്രൈസ് ലോർഡ്. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രൈസ് ലോർഡ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സിസ്റ്ററുടെ മമ്മി ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ പരിശുദ്ധമായ മാസം കർത്താവേ, ഹല്ലേലൂയ, പുതുമാസത്തിലെ പുതിയ അനുഗ്രഹങ്ങളും പുതിയ നന്മകളും നൽകി കർത്താവ് ഞങ്ങളെ സഭയായി പാരിപ്പാൻ ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ശശാനയുടെ കുഞ്ഞുങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവർ ദൈവകൃപയിൽ വളർന്നു വരുവാൻ, ദൈവത്തിന് വേണ്ടി അധികം ഫലം കായ്ക്കുന്നവരായി കാണപ്പെടുവാൻ കർത്താവരെ സഹായിക്കണമേ ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ വളർച്ചയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിപ്പാൻ ഞങ്ങളങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമുള്ള കുഞ്ഞുങ്ങളായി ഈ പട്ടണത്തിൽ കർത്താവെ അവരെ വളർത്തുവാൻ മാതാക്കന്മാരായ കുഞ്ഞുങ്ങളെ കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരോരോരുത്തരും കർത്താവെ അവരെ ഹല്ലേലൂയ പരിജ്ഞാനത്തിലും ദൈവഭയത്തിലും വളർത്തിയെടുപ്പാൻ, ദൈവത്തിന് വേണ്ടി അധികം ഹല്ലേലൂയ പ്രയോജനപ്പെടുന്നവരായി കാണപ്പെടുവാൻ അങ്ങോട്ട് പരിശുദ്ധാത്മാവ് സഹായിക്കണമേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം കർത്താവ് കൊണ്ടുവന്ന വിധങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ കൃപയൊന്നും മാത്രമാണല്ലോ ആയിരിക്കുന്നത്. ഓരോ കുഞ്ഞുങ്ങളെയും പേരുപേരായി കർത്താവിൻ്റെ കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ദൈവത്താൽ അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയാക്കണമേ. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ അവരെ നിറയ്ക്കണമേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അന്യഭാഷകൾ ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം അവർ നാവിൻ്റെ കെട്ടുകളെ തുറന്ന് കർത്താവിനെ സ്തുതിക്കേണ്ട പോലെ
സ്തുതിക്കുവാൻ, ദൈവത്തിന് തരേണ്ട മഹത്വം തരേണ്ടതുപോലെ കൊടുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കണമേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ, അവരെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവങ്ങൾ വളർന്നു വരാൻ സഹായിക്കണമേ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പാൽക്കാലം കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് മറുപടി ഞങ്ങൾക്ക് നന്ദി. കർത്താവ് ജയത്തോടെ നടത്തുവാൻ പോകുന്ന ഓർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കണ്ണുകൾ കേൾക്കുമാറാണമേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്തിയതിന് ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. Okay, if anybody wants to go. Everything is there. Please go. Please. Praise the Lord. Hallelujah. നമുക്ക് ദൈവസന്നിധിയിൽ കർത്താവ് തരുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാവരും അല്പസമയം കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അന്യഭാഷയിൽ പറ്റുന്നുണ്ടെങ്കിൽ അന്യഭാഷകൾ കർത്താവിനെ ആരാധിച്ചാട്ടെ. റബ്ബന ശന്തുന റാബരന ശാന്തുന ശക്തിയോടെ 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 രകല രതരജത രകല രകത ശോന്ത്രത്ര ബ്രാന ശംത്രേത്ര കല രജത രകല റനാമനാഥേ രാജ തൽബരകം ശന്തുന രജ. കർത്താവ് ഇന്ന് പകൽക്കാലം ഇതിനകത്തൊരു പകർച്ച ഇറങ്ങുവാനിടയാകണമേ. കർത്താവ് ഇന്ന് പകൽക്കാലം ഇതിനകത്തൊരു പകർപ്പ് ഇറങ്ങി വരുവാനിടയാകണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്താലും വചനത്താലും ചില വിടുതലുകൾ നടക്കുവാനിടയാകണമേ. വചനത്തിനകത്ത് പറയുന്ന സകല വിടുതലുകളും ദൈവസഭയ്ക്കകത്ത് നിറങ്ങി വരുവാനിടയാകണമേ. ആമേൻ. പ്രൈസ്. ഓൺലൈനിൽ കേൾക്കുന്നവരോട് ഇന്ന് പകൽക്കാലം മനസ്സലിയുമാറാകണമേ. ഇന്ന് ഭാരത്തിൽ പ്രയാസത്തിൽ വന്നിരിക്കുന്നവർക്കൊരു വഴി തുറക്കുമാറാകണമേ. ആശ്വാസത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ഉയർത്തുന്ന വചനം ഞങ്ങൾക്ക് തരണമേ. ആമേൻ. കുഴിയിൽ കിടക്കുന്നവരെ കയറ്റുമാറാകണമേ. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്താലും വചനത്താലും വിടുതലിന്റെ പകൽക്കാലമായി തീർക്കണമേ. ശത്രുവിന്റെ സകല തന്ത്രങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പൊളിച്ചടക്കി പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ തട്ടി അല്പസമയം കരങ്ങളെ തട്ടി ഞാൻ വിശ്വസിക്കുന്ന പകൽക്കാലം ഒരു ദൈവത്തിന്റെ വിടുതൽ വ്യാപരിക്കും. Praise the Lord. I strongly believe that, hallelujah, the presence of God, not only that, hallelujah, he is going to reveal his glory. He is going to reveal his glory. Rabaraja darajat ragalam shebrana raka jadarakaleraga darajadarakaleraga യേശുവിന്റെ രക്തതാജി. hallelujah. rebrana ക്ഷേത്ര തീര ജദരകലരകന യേശു ക്രിസ്തുവിന്റെ നാമത്താൽ വചനത്താൽ ഒരു ദൈവ പ്രവൃത്തി ഈ ദൈവസഭയ്ക്ക് ഇന്ന് പകൽക്കൽ ഇറങ്ങി വരട്ടെ. തന്നെ ആമേൻ. ക്രിസ്തുയേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ അർപ്പിക്കുന്നു. ആമേൻ. ഓൺലൈനിലായിരിക്കുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ സംഭവബഹുലമായ ആഴ്ചകളിൽ കൂടിയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. We go through last week. It was really enormous with much experiences. Praise the Lord. Amen. കേരളത്തിലാകെ തലകീഴായി ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. In Kerala, the people are living like topsy-turvy. ആമേൻ. സ്തോത്രം. കാരണങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ന്യൂസുകളിലൊക്കെ കാണുന്നുണ്ട്. Because we see much things in the news. എവിടെ കർത്താവിന്റെ നാമം താഴ്ത്തിക്കെട്ടുവാൻ ശ്രമിക്കുന്നുവോ അവിടെയൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങി വരാനിടയായിത്തീരും. Wherever the word of the God is, or the name of the God is put down, where the deliverance of the acts of the God is coming down. എന്റെ ഗ്രാൻഡ് ഫാദർ എപ്പോഴും പറയും, വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുന്ന് പറയുവാനിടയായിത്തീരും. My grandfather always say that if you cannot praise him, but you don't disrespect him. ദൈവത്തെ കളിയാക്കാനുള്ളതല്ല. Do not mock God.
ആമേൻ. അത് ദൈവം കളിപ്പിക്കുന്ന ദൈവമല്ല. And God is not a God who can be ആമേൻ. mocked. നാം വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. Our God is a God, is true living God. ആമേൻ. നമ്മുടെ ദൈവത്തിന് ജീവനുണ്ട്. Our God is living. അവൻ നടക്കും, അവൻ ഇരിക്കും, അവൻ ചിരിക്കും, അവൻ സംസാരിക്കും, അവൻ ആഹാരം കഴിക്കും, അവൻ ശ്വസിക്കും, അവൻ ജീവൻ തരുവാൻ ശക്തിയുള്ളവനാണ്. He walks, he breathes, he talks, he lives among us, and he eats, and he is living among us. ആമേൻ. അതല്ലാതെ ഒരിടത്തിരുന്നാൽ ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നവനെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. അവൻ സർവ വ്യാപിയാണ്, അവൻ സർവസ്ഥനും ആണ്. Praise the Lord. We are not worshiping a God if you place it somewhere and he will keep him sitting in the same place, but we praise a God and we worship a God who is omnipotent and he is omnipresent as well. ആമേൻ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഞാൻ ആരാധിക്കുന്ന ദൈവം സർവശക്തനാണ്? How many of you believe that our God is mighty? അവൻ സർവവ്യാപിയാണ്. He is omnipresent. അവൻ എല്ലായിടത്തും ഇറങ്ങിച്ചല്ല, യാതൊരു മടിയുമില്ല. And he present, he is omnipresent. ആമേൻ. സ്തോത്രം. പഴയ നിയമത്തിൽ നോക്കുന്ന സമയത്ത് കുണ്ടറയ്ക്കകത്ത് കിടക്കുന്നവന്റെ വീട്ടിനകത്തും രാജാവിന്റെ ഭവനത്തിനകത്ത് കയറാൻ അവന് പേടിയില്ല. If you look into the Old Testament, he is not having any problem to get even into the captives and also enter into the palaces of the king. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പുതിയ നിയമവ്യവസ്ഥയിൽ ജീവിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകുവാനും എന്റെ അപ്പൻ തയ്യാറാണെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിച്ച് പറയാൻ സാധിക്കും? How many of you can believe that our God is because we are living in the new covenant, we are the New Testament believer, the God will go into any stretch so that to save us. ആമേൻ. സ്വതം ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന എനിക്ക് വേണ്ടി നിൽക്കുവാൻ ഒരു ദൈവമുണ്ട് എന്ന് എത്ര പേർക്ക് പറയുവാൻ സാധിക്കും? How many of you can believe because I have faith in him and he is standing for me? എന്റെ അപ്പ എന്ന് വിളിക്കുന്നിടത്ത് ഇറങ്ങി വരുവാൻ കഴിവുള്ളവനെയാണ് ഞാൻ ആരാധിക്കുന്നത് എത്ര പേർക്ക് പറയാൻ സാധിക്കും? How many of you can say that I praise a God when I call him Abba and he come down for us? ഞാൻ കണ്ണുനീർ ഒഴുക്കുമ്പോൾ അതിന്റെ നടുവിൽ ഇറങ്ങുക മാത്രമല്ല എന്റെ കൂടെ കരയുവാൻ കഴിവുള്ളവനെ ഞാൻ ആരാധിക്കുന്നത് എത്ര പേർക്ക് പറയാൻ സാധിക്കും? When I cry, he is not only just come down for me, but he also cries along with me. How do you can say that? ആമേൻ. സ്തോത്രം. വലിയ വിശക്കുമ്പോൾ ആമേൻ സ്തോത്രം വചനം പറയുകയല്ല, വിശപ്പിന് ആഹാരം കൊടുക്കുന്നവനെ ഞാൻ ഇന്ന് പകൽക്കാലം വിളിക്കുന്നത്. I not only worship a God who only gives me word when I'm hungry, but he gives me food. ഞാൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എന്റെ സങ്കടത്തെ മാറ്റാൻ കഴിവുള്ളവനെ ഞാൻ ആരാധിക്കുന്നത്. When I am in trouble, he's a person who can take away my sorrow. ഞാൻ താഴ്ചയിലിരിക്കുമ്പോൾ അവിടെ ഇറങ്ങി വന്ന് എന്നെ കൈപിടിച്ചുയർത്തുവാൻ കഴിവുള്ളവനെ ഞാൻ ആരാധിക്കുന്നത്. God, when I'm in my lowliness, he is able to come down and lift me up from there. അതുകൊണ്ടാ അവൻ എന്റെ ഉടയവനായിരിക്കുന്നത്. That's why he is my Lord. അതുകൊണ്ടാ ഞാൻ അവനെ എന്റെ കർത്താവ് എന്ന് വിളിക്കുന്നത്. That's why I call him as my Lord. എത്ര പേർക്ക് ആമേൻ പറയാൻ സാധിക്കും? How many of you can say amen? സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിപ്പാൻ കർത്താവിൽ താല്പര്യപ്പെടുക. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 16-ാമത്തെ John chapter 1 verse 16. And of his fullness we all have received grace for grace. Praise the Lord. അവന്റെ നിറവിൽ നിന്ന് Of his fullness. എന്ന് പറഞ്ഞ അവന്റെ Repeat again. Of his fullness. അവന്റെ Of his fullness. അവന്റെ നിറവിൽ നിന്നാണ് നമുക്ക് എന്തെങ്കിലും ലഭിക്കാനിടയായിത്തീരുന്നത്. If you receive anything, we only receive from his fullness. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പെട്ടെന്നൊരു കാര്യം പറയാം. Let me tell you something which very quickly so that you can understand. സ്വതന്ത്രം. നമ്മള് ആ ടാങ്ക് നിറയ്ക്കാൻ ഏകദേശം 4.5 മണിക്കൂർ സമയമെടുത്തു. It took about 4 hours to fill the baptism tank. സ്തോത്രം. അത് ഫുൾ ഫിൽ ചെയ്യാൻ 5 മണിക്കൂർ സമയമെടുക്കും. Nearly about 5 hours it took to be filled up to the brim. സ്തോത്രം. അതിനകത്തുനിന്ന് വന്ന ആ വെള്ളത്തിന്റെ പവർ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. The power of the water flow into that, it was only that much. സ്തോത്രം. ഞാനൊരു ബക്കറ്റിനകത്ത് ഒരു പാത്രം വെള്ളം എടുത്താൽ If I
take a water in a bucket, ആമേൻ സ്തോത്രം, അത്രയും നിറയാൻ പിന്നെയും സമയമെടുക്കും. it will take more time. എന്നാൽ ഓവർഫ്ലോ ചെയ്യുന്നതിനകത്തുനിന്നാണെങ്കിൽ, If I take something from the overflow, നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയ്ക്കകത്തുനിന്നാണെങ്കിൽ, if I take something from a situation that is overflowing, ആമേൻ, കുറവുണ്ടാകാൻ സാധിക്കത്തില്ല. it will never be less. ഒന്നുകൂടെ പറയാം, നിങ്ങൾ കടലിൽ ചെന്ന് ഒരു ബക്കറ്റ് വെള്ളം മുക്കിയെടുത്താൽ കടലിലൊന്നും സംഭവിക്കത്തില്ല. If you take a bucket of water from the ocean, it doesn't happen anything to the ocean because കാരണം it's, എന്താ? ആ കടലിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. because it's overflowing. ഇതുപോലെ തന്നെ അവന്റെ നിറവിൽ നിന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ കോരുവാൻ തയ്യാറായാൽ അതിനൊരു കുറവുമില്ല, നിങ്ങൾക്കും ഒരു കുറവ് വരുവാൻ ദൈവം സമ്മതിക്കത്തുമില്ല. So it's the same way, if you are ready to draw from his fullness, he will never lack a thing, so as you as well never lack a thing. ആമേൻ സ്തോത്രം. ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ പഴയ നിയമത്തിനകത്ത് നിറഞ്ഞ അവസ്ഥകൾ കണ്ടിട്ട് വേണം പുതിയ നിയമത്തിലേക്ക് വരുവാൻ. So if you go into the Old Testament, we will see the situations that are filled of fullness, and let's go to the New Testament after that. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 10 മുതൽ 12 വരെ വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ അത് മനസ്സിലാക്കുവാനിടയായി തീരും. First Kings chapter 17 verse 10 onwards. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരെഫാത്തിന് പോയി. അവൻ പട്ടണവാതിൽക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുപോരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണ് കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിലൽപ്പം എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവുമില്ല. ഞാനിതാ 2 വിറക് പെറുക്കുന്നു. ഇത് കൊണ്ടുചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. മതി. സ്തോത്രം. വായിച്ചു. So he arose and went to Zarephath, and when he came to the gate of the city, indeed a widow was there gathering sticks. And he called to her and said, please bring me a little water in a cup that I may drink. And as she was going to get it, he called to her and said, please bring me a morsel of bread in your hand. So she said, as the Lord your God lives, I do not have bread, only a handful of flour in my bin and a little oil in a jar. And see, I am gathering a couple of sticks that I may go in and prepare it for myself and my son, that we may eat it and die. Praise the Lord. പരിശുദ്ധാത്മാവ് സംസാരിച്ച ശബ്ദം കേട്ടിട്ടാണ് ഈ ഭാഗം എടുക്കുവാനിടയായി തീർന്നത്. I take this part because I heard the voice of Holy Spirit. അവൾ പറഞ്ഞത് സത്യമായ കാര്യമാണ്. And he told me something which is very truth. ആമേൻ. ഏലിയാവ് ചെന്ന് ചോദിക്കുന്നു, ആമേൻ, എനിക്കൊരു പാത്രം വെള്ളം കുടിക്കാൻ തരാമോ? 10ാമത്തെ വാക്യം. And verse 10 said, Elijah asked the widow whether, can you give me a cup of water to drink? എന്താണ് ചോദിച്ചത്? What did he ask? കുടിക്കാൻ വെള്ളമാ ചോദിച്ചത്. Just ask for a water to drink. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യങ്ങൾ പോരുമ്പോ ഒരു ചെറിയ അടയും കൂടെ ഉണ്ടായിക്കൊണ്ട് വേണം പോരാൻ. And also he said, when you come back, make sure that you get me a morsel of bread as well. ഈ വചനം പറയുമ്പോൾ ഇതിനകത്ത് എഴുന്നേൽക്കാൻ താല്പര്യമുള്ളവർ എണ്ണീച്ചു, റിസീവ് ചെയ്യാൻ താല്പര്യമുള്ളവർ റിസീവ് ചെയ്തു. ഈ വചനം ജീവിക്കാൻ പോവുകയാണ്. തമാശയൊക്കെ നമുക്ക് പിന്നെ കാണാം. ആമേൻ. ഇന്ന് പകൽക്കാലം ഈ വചനം ജീവിക്കാൻ പോകുന്നു. ഈ വചനത്തിനകത്ത് പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ഇന്നലെ രാത്രി ക്ലിയർ ആയിട്ട് കേട്ട ശബ്ദമാണ്. അതാണ് ഞാൻ ഈ വചനത്തിനകത്ത് ഉൾപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. ഒരിക്കലും ഇത് വരേണ്ട കാര്യമല്ല. ആമേശ്വരത്തെ ഞാൻ അലറി പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കണ്ട. പക്ഷെ നിങ്ങൾക്ക് ഇത് സ്വീകരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും ഈ വചനത്തോട് പ്രതികരിപ്പാൻ ആമേൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. Those who want to receive this word can receive it, because yesterday night I clearly heard the word from the Holy Spirit, and if you receive it, and you will see the miracles in the word. ആമേൻ. സ്തോത്രം. ഇന്ന് പകൽ ഇതിനകത്ത് ചിലരുടെ ലിമിറ്റേഷൻസിനെ കർത്താവ് തകർക്കാൻ പോവുകയാണ്. Some of you, the God is going to break the limitations. Amen. Amen. Hallelujah. ഇന്ന് ലിമിറ്റേഷൻസ് ഉള്ളവരിനകത്ത് ഉണ്ടെങ്കിൽ ആരാധിച്ചു, ഇന്ന് നിന്റെ ലിമിറ്റേഷൻസിനെ കർത്താവ് തകർക്കാൻ പോവുകയാണ്. എന്റെ ശരീരത്തിൽ അത് അനുഭവിച്ചറിയാം. പരിശുദ്ധാത്മാവ് ആ ലിമിറ്റേഷൻസിനെ ഇവിടെ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല.
And there is thing that widow says, I don't have anything in my hand. എനിക്കും എന്റെ മകനും വേണ്ടി ഉണ്ടാക്കാൻ ആമേൻ സകലം ആമേൻ മാവുമുണ്ട്, അതുണ്ടാക്കാൻ ആവശ്യമായിരിക്കുന്ന എണ്ണയുമുണ്ട്. And she replied by saying that for me and my son there is a little oil in my jar and there is a handful of flour. ഇന്ന് പകൽ ലിമിറ്റേഷൻസുമായി ഇരിക്കുന്ന ചിലവരിനകത്തുണ്ട്. And there is some people among you that are sitting here with the limitations. എന്നെ ഓൺലൈനിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾ ലിമിറ്റേഷൻസുമായി ഇരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ അതിനെ പൊളിച്ച് അവൻ ക്ഷാമകാലത്ത് ഇതിനെ പോറ്റുവാൻ ശക്തനായ ദൈവമാണ്. അത്ഭുതത്തിന്റെ വഴികളെ തുറക്കാൻ പോകുന്നു. ഹല്ലേലൂയ. So watch me in online as well. I say this same word. Those who are sitting with the limitation, God is going to break it. God is capable enough to lead you through in abundance, through even the famine. നമ്മൾ ഈ വചനം നമ്മെ സങ്കീർത്തനം കിട്ടുമ്പോൾ വചനത്തെ കുറിച്ച് ശക്തമായി കേൾക്കുവാനിടയായിട്ടുള്ള വചനം നമ്മെ ജഡമായി തീരുവാൻ ഇടയായിട്ടുണ്ടെങ്കിൽ, വചനം ദൈവത്തോട് കൂടെയായിരുന്നെങ്കിൽ, വചനം ദൈവമാണെങ്കിൽ, ആദിയിൽ വചനം ഉണ്ടായിരുന്നെങ്കിൽ, ആ വചനം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ലിമിറ്റേഷൻസിനെ തകർക്കാൻ പോവുകയാണ്. With the psalmist, when he was praying that in the beginning was a word and the word was with God and the word was God, he was in the beginning, and the same word is going to break your limitations today. ആമേൻ. ഇന്ന് പകൽക്കാലം പറ, എന്റെ ലിമിറ്റേഷൻസിനെ തകർക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട്. Declare by saying that I have a God in here who is going to break my limitations. ആമേൻ. നീ പറഞ്ഞ ലിമിറ്റേഷൻസ് ഈ ഭൂമിയിൽ ലിമിറ്റഡ് ആണെങ്കിൽ, ആമേൻ, അൺലിമിറ്റഡ് ആയ ദൈവം, സർവ്വവ്യാപിയായ ദൈവം, സർവ്വസ്വഭാവമായുള്ള ദൈവം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. The limitations is confined to this earth, but we have a God we worship. He is unlimited and he is in here to break your every limitations. ദൈവം സമുദ്രത്തോട് ആമേൻ പഞ്ചസാര മണൽ കൊണ്ട് അതിന് വെച്ചിട്ട് ഇവിടെ വരാമെന്ന് പറഞ്ഞിരിക്കുന്നെങ്കിൽ, അതിനപ്പുറത്തേക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ നിനക്ക് എന്റെ ദൈവം അതിരുകളെ വിശാലമാക്കുകയുമാണ്. If God has put a boundary to the ocean by putting just a sand which looks like a sugar, and his God has put a boundary to you as well, and for your limitations you cannot reach to break into it. ദൈവം നിന്റെ കുടുംബത്തിന്റെ അതിരുകളെ വിശാലമാക്കാൻ പോകുന്നു. God is going to enhance your fences. ദൈവം നിന്റെ ആത്മീക നിലവാരത്തിന്റെ ആമേൻ ലിമിറ്റേഷൻസിനെ ഉടയ്ക്കാൻ പോകുന്നു. God is going to break the limitations of your spiritual level. പ്രാർത്ഥനയുടെ ലിമിറ്റേഷൻസിനെ ഉടയ്ക്കാൻ പോകുന്നു. To break the limitations of your prayer level. നിന്റെ ആരാധനയുടെ ലിമിറ്റേഷൻസിനെ എന്റെ നിന്നവർക്ക് ഉടയ്ക്കാൻ പോകുന്നു. God is going to break the limitations of your prayer. നിന്റെ ദർശനത്തിന്റെ ലിമിറ്റേഷൻസിനെ എന്ന് ഉടയ്ക്കാൻ പോകുന്നു. God is going to break the limitations of your visions. എത്ര പേർക്ക് ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും? ഇന്ന് എന്റെ ലിമിറ്റേഷൻ ഉടയുകയാണ്. ഇന്ന് എന്റെ ലിമിറ്റേഷൻ ഉടയുകയാണ്. Today my limitations are breaking. Yes, 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 hallelujah. ഇല്ലായ്മകളുടെ ലിമിറ്റേഷൻസിനെ എന്റെ ദൈവം ഇന്ന് മുതൽ ഉടയ്ക്കുകയാണ്. Today morning the God is breaking your limitations of blackness. ഓ ഷാബരജതരകൾ വിളിച്ചു പറ, എന്റെ ഇല്ലായ്മയുടെ ഓരോ ദിവസം കരയുന്ന കണ്ണുനീരിന്റെ ലിമിറ്റേഷനെ ഉടയ്ക്കാൻ പോവുകയാണ്. Declare by saying that God is breaking my limitations of lackness. ഓ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. We are worshiping a God who is bringing us into an abundance. കാരണം വചനത്തിനകത്ത് വ്യവസ്ഥ കിടപ്പുണ്ട്. Because that's the dispensation in the word. ആമേൻ. വചനത്തിനകത്ത് നിനക്ക് വേണ്ടി നന്മകൾ കിടപ്പുണ്ട്. There is blessings for you in the word. നിന്റെ നന്മയെ തടയുന്നവരെ ഓടിപ്പോൻ എന്റെ ദൈവം ശക്തനാണ്. The one who breaks your blessings, God is ready to conquer him. കാരണം അവൻ അധികാരമുള്ളവനാണ്. Why? Because he is the one who is authority. ഞാൻ ആരാധിക്കുന്നവൻ അതോറിറ്റി ഉണ്ട്. Because one who I worship has authority. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. He is worthy enough to all praise. അവൻ എന്റെ അപ്പനാണ്. He is my father. അവൻ എന്റെ പ്രിയനാണ്. He is my beloved. എനിക്ക് വേണ്ടി ഇറങ്ങി വരിക തന്നെ ചെയ്യും. He will come down for me.
me. വിളിച്ചു പറ, അവൻ ആകാശം ചായ്ച്ച് എനിക്ക് വേണ്ടി ഇറങ്ങി വരാൻ ശക്തനാണ്. Declare and say that he is able to rend down the heaven and come down for me. ഓ റേബ ശാന്തുന, ഇന്ന് പകൽക്കാലം മരിക്കാൻ ഇരിക്കുന്ന നിന്നെ മരിക്കാൻ വിടുന്നവനല്ലോ ദൈവം. The one who is sitting here, I just want to die, and he is not a God who is going to let you die just like that. കൈ അടിച്ചിട്ട് പറ, എന്നെ കൊല്ലാനല്ല വിളിച്ചത്, എന്നെ വളർത്താനാ വിളിച്ചത്, എന്നെ വളർത്താനാ വിളിച്ചത്, എന്നെ ഉയർത്താനാ വിളിച്ചത്, എന്നെ മാനിക്കാനാ വിളിച്ചത്. Declare and clap your hands by saying that he didn't call me just to kill, but he called me so that I will grow and to enhance and let me go into repentance. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് പറയാൻ സാധിക്കും, അങ്ങനാണെങ്കിൽ എന്റെ ലിമിറ്റേഷൻസ് ഇന്ന് ഞാൻ ഉടയ്ക്കാൻ പോവുക? So how many can say that if that's so, then I'm going to break my limitations today? പറഞ്ഞ് എന്റെ ലിമിറ്റേഷൻ ഇവിടെ ഉടയുകയാണ്. Declare by saying that my limitations are breaking today. നിനക്കാരാ ലിമിറ്റേഷൻ ഇട്ടത്? Who put the limitation stone to you? കർത്താവാണ് ഇട്ടത്. Is it God that put the limitation? കർത്താവാണോ നിനക്ക് ലിമിറ്റേഷൻ ഇട്ടത്? Is it God that put limitations onto you? നിനക്ക് ലിമിറ്റേഷൻ ഇടുന്നുണ്ടെങ്കിൽ അത് ശത്രുവാ. If any limitations are put onto you, it's not God, but it's the devil. ആമേൻ. സോ ഇന്ന് പകൽക്കാലം ശത്രുവിന്റെ ബലം തകരാൻ പോവുകയാ. Today, the strength of the enemies is going to break down. ഇസ്രായേലേ, നീ നന്മ അനുഭവിക്കത്തില്ല. And it says that the Israelites, you will not inherit any blessing. കാരണം എന്താ? ഞങ്ങൾ ആരാണെന്നറിയാവോ? Do you know who I am? ഞങ്ങൾ അമാലേക്കേറ്റ്സ് ആണ്. Because we are Amalekites. ഞങ്ങൾ അമാലേക്യന്മാരാണ്. Because we are Amalekites. ഞങ്ങൾ മല്ലന്മാരാണ്. We are the warriors. ആമേൻ. ഞങ്ങൾ യുദ്ധവീരന്മാരാ. We are warriors. ആമേൻ. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം നിനക്ക് ഇങ്ങോട്ട് കേറാൻ പറ്റത്തില്ല. As long as we are here, you cannot come unto here. ആമേൻ. അങ്ങനാണെന്നുണ്ടെങ്കിൽ ആമേൻ ഒരു കമാൻഡർ അവനുണ്ട്. യോശുവയ്ക്ക് ഒരു കമാൻഡർ ഉണ്ട്. And if so, then the Joshua has a commander. ആ കമാൻഡർ ഇൻ ചീഫിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആമേൻ, യോശുവയെ, കമാൻഡർ ചീഫേ, ഇങ്ങോട്ട് വാ, നീ ചിലതിനെ തെരഞ്ഞെടുത്ത് യുദ്ധത്തിനായി പുറപ്പെട്. And the commander-in-chief of Joshua said that you pick up some and let go forth for the war. ആമേൻ. മോശുവ തന്റെ കമാൻഡർ ആയിരിക്കുന്ന ആമേൻ യോശുവയെ വിളിച്ചിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, യോശുവയെ, നീ ആളുകളെ തെരഞ്ഞെടുത്ത് യുദ്ധത്തിനായി ഇറങ്ങിക്കോ. And Moses called Joshua and said, you choose among the people among you and go forth for the war. ആമേൻ. ഈ ജനത്തെ ജയിക്കാൻ ആമേൻ നമ്മുടെ പരിചയം പോരാ, നമ്മുടെ വാള് പോരാ, നമ്മുടെ വില്ല് പോരാ, നമ്മുടെ ശക്തി പോരാ, അതിന് പകരം നമുക്ക് മറ്റെന്തോന്ന് ആവശ്യമുണ്ട്. Because to conquer this people, we just not only require the sword and arrow, we need something more. ഈ യുദ്ധം ജയിക്കാൻ ആവശ്യമായത് പ്രൊഡ്യൂസ് ചെയ്യുവാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ്. To conquer this war, we need something then, and we will produce here, and we are here for that. ആമേൻ. അഹരോനും ഹൂരും മോശയും കുന്നിന്റെ മുകളിലേക്ക് കയറുകയാണ്. And Aaron and the Moses is climbing up the hill. ആമേൻ. അവിടെ തന്നെ വടിയും പിടിച്ചുകൊണ്ട് ആമേൻ മോശ നിൽക്കുവാൻ തുടങ്ങുമ്പോൾ താഴെ യുദ്ധത്തിൽ ഇസ്രായേൽ ജനം ജയിക്കുന്ന കാഴ്ച കാണുവാനിടയായി തീരും. There you see the Moses standing with his arm, with his staff on his hand, and you can see the Israelites were winning the war. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലെ പ്രാർത്ഥനയോടെ നിൽക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലെ തകർക്കുവാൻ ഒരു അമാലേക്യ ശക്തിക്കും കഴിയത്തില്ല. Today, if any child of God who is with a prayer, and no Amalekite's power can conquer you. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്ക് ദൈവസഭയുടെ പറയാ, ദൈവസഭയ്ക്കെതിരെ ഉയർന്നു വരുന്ന ഒരു ശത്രുവിന്റെ പോരാട്ടത്തെയും ആമേൻ, ഹല്ലേലൂയ, ഒരു പോരാട്ടത്തിലും ദൈവസഭയെ ജയിക്കാൻ പറ്റത്തില്ല. Today, declaring to the church, no warfare of the devil against the church of God will prevail. പക്ഷേ ഒറ്റ കാര്യം, നിങ്ങൾ പ്രാർത്ഥന ഉറ്റിരിക്കണം. But one thing, that you have to be steadfast in the prayer. നീ പ്രാർത്ഥന ഉറ്റിരിക്കാൻ തയ്യാറായാൽ, But if you are steadfast in the prayer, ആമേൻ, നിനക്ക് വേണ്ടി ജയം തരുവാൻ നീ അല്ല യുദ്ധം, നിനക്ക് പകരം മറ്റൊരാൾ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറായി നിൽപ്പുണ്ട്. because when you are steadfast in the prayer, you are not the one who is in the warfare, but there is somebody among you that is going to have the warfare, and he will win the war. കർത്താവിന്റെ വചനം പറയും, യുദ്ധം നിനക്കുള്ളതല്ല. The word of the God says that the warfare is not for you. യുദ്ധം നിനക്കുള്ളതല്ല. The warfare is not for you. യുദ്ധം എനിക്കുള്ളതാ. Oh, the word God says, ഞാൻ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. and the word the God says that I will fight for my ഞാൻ എന്റെ people. ജനത്തിന്റെ മുമ്പേ പോകും. I will go before my people. ആരെന്നെ തടയുവാനിടയായി Who is തീരും? going to stop me?
ഓ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്തൊരു ആമേൻ തകർക്കലിന്റെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. I believe that today there is a spirit of destruction is among you. നിനക്കെതിരിട്ടിരിക്കുന്ന വാളുകൾ പോലെ തകരുകയാണ്. Every wall that is put in front of you is going to break യേശുവിന്റെ down നാമത്തിൽ today. ഹല്ലേലൂയ. യോശുവയെ നിനക്ക് മുമ്പിൽ ഒരു വാളിപ്പം നിൽക്കുന്നുണ്ട്. Joshua, in front of you there is a sword is standing. ആ വാളിന്റെ പേരെന്താ? യെരിഹോവിന്റെ മതില്. And do you know what's the name of the sword that is called the wall of Jericho? അതിനകത്തിരിക്കുന്നവർ പറയാ ഇവർക്കിതിനെ തകർക്കാൻ പറ്റത്തില്ല. Those who sit inside the Jericho says that you cannot break out this wall. സത്യമാ തകരത്തില്ല. It is true that they cannot break it. ഒന്നിനും ഈ യെരിഹോവിന്റെ കോട്ടമതിലെ തകർക്കാൻ പറ്റത്തില്ല. Nothing can break the wall of the Jericho. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലോട്ട് ദൈവം പറഞ്ഞു, മോനെ തകർക്കാൻ പറ്റാത്ത ഇങ്ങോട്ട് വിട്ട് ഞാൻ തകർത്തോളാം. And the word of the God says, if on who you cannot destroy, send it to me. I am here for you. നീ ഒരു കാര്യം ചെയ്യ. You do one thing. നീ ജനത്തെയും കൂട്ടി You gather the people. ജനത്തെയും കൂട്ടി You gather the people. യെരിഹോ മതിലിന് ചുറ്റും നടക്കുക. You walk around the wall of Jericho. 7 ദിവസം നടക്കണം. Do you have to walk around the Jericho for 7 days? 7-ാം ദിവസം ഒരു പ്രത്യേകതയുണ്ട്. The seventh day there is a specialty. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. 7-ാം ദിവസം 7 പ്രാവശ്യം നടക്കണം. On the 7th day you have to walk 7 times around it. പക്ഷേ What? ഈ 7 ദിവസം ഒരക്ഷരം മിണ്ടിയേക്കരുത്. For all these 7 days you shouldn't be saying even one word. അപ്പൊ 7-13 പ്രാവശ്യം ചുറ്റുമ്പോൾ നീ എന്തോ ചെയ്യരുത്? The 13 times when you're circling around it, you don't say anything. ഒരക്ഷരം മിണ്ടരുത്. You don't say a thing. നിന്റെ ഹൃദയത്തിൽ സംശയം കണ്ടേക്കാം. You may have doubt in your mind. ഇതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചേക്കാം. You may ask, is there any use by doing this? നിന്റെ ഹൃദയത്തിൽ ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാ. And you may say in your heart, how many times I've seen all these നീ things. പറയും ഇതൊക്കെ ഞാൻ എത്ര കേട്ടതാ. You may say that how many times I've heard this. എത്ര പ്രവാചകന്മാര് വന്ന് എന്റെ തലയെ കൈവച്ച് പറഞ്ഞതാ. How many prophets have laid hands upon me and said the same thing. എത്ര പാസ്റ്റർമാർ എന്നോട് ദൂത് പറഞ്ഞതാ. How many prophets have said the same promise upon me. Praise the Lord, hallelujah. ഇതൊക്കെ നിന്റെ ഹൃദയത്തിൽ ഒരക്ഷരം വാഗൊണ്ട് പൊന്തിയേക്കരുത്. And don't utter even one word out of your mouth. എല്ലാം നിന്റെ ഹൃദയത്തിനകത്ത് വെച്ചു. And all these things you can keep in your heart. ഉള്ള സംശയങ്ങളെല്ലാം അതിനകത്ത് വെച്ചു. All your doubts you can keep in your heart. ഉള്ള ദേഷ്യങ്ങളെല്ലാം അതിനകത്ത് വെച്ചു. All the anger you can keep in your heart. ഒന്നും പുറത്തിറക്കണ്ട. You don't have to get it out. നീ കർത്താവ് പറയുന്നത് മാത്രം ചെയ്താൽ മതി. You just have to follow what God tells you. 7-ാം ദിവസം On the 7th day, 7-ാമത്തെ പ്രാവശ്യം and the 7th time, ചുറ്റിക്കറങ്ങി വരുമ്പോ when you are suckling it, നിന്റെ കയ്യിലിരിക്കുന്ന കൂടമെടുത്ത് അടിക്കാൻ എന്റെ കർത്താവ് പറഞ്ഞേ. and I didn't ask you to bang around with your stick that is in your hand. ആമേൻ. നിന്റെ കൂടമെടുത്ത് നിന്റെ ആമേശ്വത്രം എന്തെങ്കിലും മെറ്റൽ കഷ്ണമെടുത്ത് ഇളക്കാനല്ല എന്റെ കർത്താവ് പറഞ്ഞേ. God didn't ask you to bang with a metal stick what is in your hand. 7-ാമത്തെ പ്രാവശ്യം ചുറ്റി വന്ന് നിൽക്കുമ്പോൾ When you are suckling and completing the 7th time, ആമേശ്വത്രം ഈ ജനം ഒരുമിച്ച് ദൈവത്തെ ആർപ്പിടണം. and you need to all the people around here and to shout and praise God. ആമേശ്വത്രം യോശുവയുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ചെയ്തു. And according under the leadership of the Joshua, people did the same. ഞാൻ വിശ്വസിക്കുന്നു ഒത്തിരി ആൾക്കാരത് കണ്ടേക്കാം. And I believe there are so many people among them. ഈ പൊട്ടൻ എന്താ കാര്യം ചെയ്യുന്ന ഞങ്ങളെ കൊണ്ട് രാവിലെ മുതൽ അമേശ്വത്രം ഈ നട്ടുച്ച നേരത്ത് നടക്കുകയും ഞങ്ങൾ എന്നോണ്ട് ഓർത്ത. Why this fool is making us walking in this mid-noon with all this sun and walking around this? എന്തിനാ ഈ പാസ്റ്റർ ഇങ്ങനെ ഞങ്ങളോട് ആമേൻ പറയാൻ പറയുന്നേ? Why this pastor is asking me to say amen? എന്തിനാ ഈ പാസ്റ്റർ ഇങ്ങനെ അലറുന്ന എന്തിനാണ്? Why this pastor is shouting so much? എന്തിനാ ഈ പാസ്റ്റർ ഇങ്ങനെ ചാടുന്ന എങ്ങനെയാണ്? Why this pastor jumping so much? വളരെ ശാന്തമായി എന്ന് പറഞ്ഞാ പോരെ? Why can't he stay in peace and quietness and ഒരു preach? കൈയൊക്കെ കെട്ടി അറ്റൻഷൻ ആയി എന്ന് പറഞ്ഞാ പോരെ? Can he not stay by time? എന്തിനാ ഇത്രയും ചാടുന്നത്? Why is he jumping so much? എന്തിനാ ഇത്രയും കാറുന്നത്? Why is he shouting so നമ്മൾ much? ഇതൊക്കെ പറയുന്നുണ്ടായിരിക്കാം. That you may say that in your heart. പക്ഷെ അവർക്കാർക്കും പുറത്തു വരാൻ അനുവാദം കൊടുത്തിട്ടില്ല. And those people God didn't give authority or to permission to come out. ദൈവം എന്താ ചെയ്യാൻ പോ ദൈവത്തിന് അറിയാം. God knows what he is going to do. നിനക്ക് വേണ്ടിയുള്ള പ്ലാനും പദ്ധതിയും എന്റെ ദൈവത്തിന് അറിയാം. God knows what is the നീ ദൈവം plan for you. ചെയ്യുന്നത് നീ ദൈവം പറയുന്നത് ചെയ്യാൻ തയ്യാറായാൽ If you are ready to do what God tells you, തക്ക സമയത്ത് നിനക്ക് വേണ്ടി എന്റെ ദൈവത്തിന്റെ കരം ഇറങ്ങി വരാനിടയായി തീരും. in due time the hand of the God will come down for you. ആമേശത്ത് ഒരു ദിവസം നോഹയെയും 8 പേർ ചേർന്ന് നോഹ കൂടി 8 പേരെ പെട്ടകത്തിനകത്തോട് കയറ്റി. And one day the Noah and all his family was called and they were entering into the ark of ആമേശത്ത് ഒരു ദിവസം കഴിഞ്ഞ് 2 ദിവസം എണ്ണാൻ പറ്റുന്ന ദിവസങ്ങളെ കഴിഞ്ഞു പോയി. and days passed by and they couldn't count the days anymore. ഒരു പിടുത്തമില്ല.
എവിടുന്നാ പുറത്തിറങ്ങാൻ ഒരു പിടുത്തമില്ല. And they didn't have any idea when they can get out from here. എഴുതി നോക്കിയാൽ 371 ദിവസം മിണ്ടാതിനകത്തിരുന്നു. And 371 days they were quiet inside the ark. സമയമായപ്പോൾ ദൈവനെ പുറത്തു കൊണ്ടുവരാനിടയായി തീർന്നു. Due time God brought them out from there. ആമേൻ. 11-ാം അധ്യായത്തിന്റെ അവസാനത്തിൽ അബ്രഹാമിനെ വിളിക്കാൻ ഇടയായി തീർന്നു. And the last chapter of the 11th chapter, God called Abraham. അവനോട് പറഞ്ഞ വാഗ്ദത്തം 25 വർഷം കാത്തിരുന്നു. And the promise that God has spoke to him, he has to wait for 27 years. അവന്റെ മകന്റെ മകനായിരിക്കുന്ന യോസഫിലേക്ക് വരുമ്പോൾ, And when you come into the grandchild Joseph, അവൻ കണ്ട ദർശനം അവൻ നടത്തപ്പെടുവാൻ 15 വർഷം കാത്തിരുന്നു. he has to wait for 15 years for to fulfill the vision that he had. അമേശ്വര പ്രതികൂല കാലാവസ്ഥ ജനിച്ച മോശ തന്റെ വാഗ്ദത്ത നിവർത്തി 40 കൊല്ലം കാത്തിരുന്നു. The Moses was born this time of destruction. He has to wait for 40 years for his promise to be fulfilled. മാനവ കുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങി വന്ന യേശു 30 വർഷം തന്റെ ശുശ്രൂഷകന് കാത്തിരുന്നു. And the savior of the whole world, he has to wait 30 years to come into his own ministry. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് എന്റെ ദൈവം ഒരു വെയിറ്റിംഗ് പീരിയഡ് ഇട്ടാൽ, If the same way the God is putting a waiting period in your life, നീ വിശ്വസത്തോടെ കാത്തിരുന്നാൽ, and you're faithful and if you're waiting, നിന്റെ വാഗ്ദത്തം നിന്റെ കയ്യിൽ തരാൻ അവൻ ശക്തനാണ്. he is powerful enough to give you a promise in your hand. എത്ര ഗ്രാമം പറയാൻ പറ്റും? How many can say amen? ആമേൻ. എത്ര ഗ്രാമം പറയാൻ പറ്റും? How many can say amen? എത്ര കൈയടിച്ചിട്ട് സുഖിക്കാൻ പറ്റും? If you can clap your hands, എന്റെ praise ദൈവം God. നിനക്കൊരു പ്രവർത്തിക്കുന്ന ദൈവമാണ്. God is God who will do something for you. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് മുതൽ അടുത്തിരിക്കുന്ന കൈവിടുന്ന ലിമിറ്റേഷൻസിനെ ഉടക്കി ദൈവത്തെ വിളിക്കുന്നേ. Give hand to the next one who is sitting and we praise a God who breaks your limitations. സന്തോഷമുണ്ടോ? How many of you are happy? സന്തോഷമുണ്ടോ? How many of you are happy? ലിമിറ്റേഷൻസിനെ ഉടയ്ക്കും. You will break your limitations. നിങ്ങൾ അടുത്തൊരു ശക്തമായി പറ, തട്ടിയിട്ട് പറ, ഉടയ്ക്കും. Tap the person next to you and say, he will break it. നമ്മൾ ലിമിറ്റഡാ. We are limited. ഇന്നെന്റെ കർത്താവ് ലിമിറ്റേഷൻസിനെ ഉടയ്ക്കാൻ പോവുകയാണ്. Today God is going to break down your limitations. കർത്താവ് കൊടുക്കുന്നത് What God gives, ഈ ഇച്ചിരിച്ച് അല്ല. it's not by little. നമ്മളാണ് അളന്ന് കൊടുക്കുന്നത്. We are the ones who measure and give. കർത്താവ് അളക്കാതെ തരുന്നു. And the God gives without measure. വായിച്ചോ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 34-ാമത്തെ വാക്യം. John chapter 3 verse 34. ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലേ കൊടുക്കുന്നത്. കേട്ടില്ല മോനെ? ഒന്ന് പറയുന്നേ നിങ്ങള്. Amen. Declare. ദൈവത്തിന്റെ ആത്മാവിനെ എങ്ങനെ തരും നമുക്ക്? How does the God gives his spirit to us? പക്ഷെ നമ്മൾ എന്ത് ചെയ്തിരിക്കുക? ആത്മാവിനെ What we are going to do with the spirit? ലിമിറ്റ് ചെയ്തു. We limit the spirit. ആത്മാവിന് ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. We limit the spirit by saying that only spirit ആത്മാവ് can do only ഇത്രയും this എന്റെ much. ജീവിതത്തിൽ ചെയ്താൽ മതി. A spirit only can do this much in my life. നീ നിന്നെ ദൈവത്തിന്റെ ആത്മാവ് വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ, But if you are ready to surrender yourself to the spirit of the Lord, ഒരിക്കൽ ആമേ ശമരിയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഫിലിപ്പോസിനോട് ദൈവാത്മാവ് പറഞ്ഞു, ശമരിയിൽ ഉണർവ് കൊണ്ടുവന്ന ഫിലിപ്പോസിനോട് ദൈവാത്മാവ് പറഞ്ഞു, ഗസക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞു. and the person, Philip, who was ministering and he was bringing a revival in the Samaria, God told him to go to the desolated place of Gaza. ആമേൻ. ദൈവം ആരെയോ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ The പോയതിനകത്ത് same way the God is going to ഈ establish വചനം today. പറയുമ്പോൾ റിസീവ് ചെയ്യേണ്ടവർ എഴുന്നേറ്റ് ഒന്ന് റിസീവ് ചെയ്തോണം. Those who want to receive the word, you can receive it. God is going to establish you today. കാരണം if you respect the word of God, word will respect you as well and you honor you as well. Praise God. ആമേൻ. സ്വതലി ഗസക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞു. And the Spirit asked him to go to the desolated place of Gaza. ആമേൻ. ഒരു വാക്കും പറഞ്ഞില്ല, ഗസക്കുള്ള നിർജ്ജന പ്രദേശത്തേക്ക് പോയി. And he went on to without saying a word, he went on to Gaza. ആമേൻ. ഒരു പ്രതീക്ഷ, എന്തിനാ ഈ നിർജ്ജന പ്രദേശം, ആരുമില്ലാത്ത സ്ഥലത്തേക്ക് ഞാൻ എന്തിനാ പോകുന്നേ? He thought, like, why am I going to the place without any person in there? ആമേൻ. ഹൃദയത്തിൽ ഒന്നും ചിന്തിക്കാതെ, ഒരു സംശയം പ്രകടിപ്പിക്കാതെ അങ്ങോട്ട് പോകാനിടയായി തീർന്നു. And without even having any doubt in his mind, he walked to this place. എന്റെ കർത്താവിന്റെ ടൈമിംഗ് ഒക്കെ കറക്റ്റ്.
You know that my timing of the God is correct, ഓ, കർത്താവിന്റെ സമയം വളരെ കറക്റ്റാ. and the timing of the God is very perfect. നീ ഇവിടെ നിന്ന് ഗസയിൽ എത്തുന്ന സമയത്ത് ഒരുവൻ അവിടെ എത്തിയിരിക്കും. അതാ ടൈമിംഗ്, എന്റെ ദൈവത്തിന്റെ And ടൈമിംഗ്. when you reach Gaza in the right time, and another person will reach at the same time, that's the timing of my God. അമേശോ എന്താ ഇത് സ്വന്തം ഞാനും അമേൻ എൽദോട് പറയാം സ്വതലിയ അമേൻ എൽദോറെ ഞാൻ അങ്ങോട്ട് വരാം, എൽദോർ വരികയാണ്, ജോസഫ് അവിടെ കാണുമെന്ന് പറഞ്ഞാൽ അവൻ ആ സമയത്ത് ഞങ്ങൾ രണ്ടുപേരും ചെന്നാൽ ജോസഫ് കാണത്തില്ല. And if I say that the elder brother will go there, and I'll say I'll come as well, and we will say that Joseph will be there, പക്ഷെ but ഞാനും he's not എൽദോറും there. തമ്മിൽ സംസാരിച്ചിട്ടാ പോകുന്നേ. But we both talk to each other and we are going. ഇവിടെ ഫിലിപ്പോസ് ഷണ്ണനും സംസാരിക്കുന്നില്ല. And in here you see that the eunuch Amen. and the Philip didn't talk to each അവൻ other. ഷണ്ണനോടും ദൈവം സംസാരിക്കുന്നുണ്ട് പറയുന്നില്ല. And the word doesn't say that the eunuch was talked from here and from the God. പക്ഷേ ഷണ്ണനെ ആവശ്യമുള്ള എന്റെ ദൈവം ഫിലിപ്പോസിനോട് സംസാരിക്കാനിടയായി. But the God who needed the eunuch has talked to Philip. ദൈവം ടൈം കാൽക്കുലേറ്റ് ചെയ്യാനിടയായി. God has calculated the timing. ഒന്നുകൂടെ പറയാ, ഇന്ന് പകൽ ദൈവം നിന്നോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യാനിടയായാൽ അതെന്റെ ദൈവത്തിന്റെ പെർഫെക്റ്റ് ടൈമിൽ ആവശ്യപ്പെടുന്നേ. അത് ചെയ്യാൻ തയ്യാറായ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ എന്റെ ദൈവം ശക്തനാണ്. God orders you to do something, and He is telling you on the right time, because He knows the time. If you are ready to do it, God is going to do that as well. പെർഫെക്റ്റ് ടൈമിൽ അങ്ങോട്ട് ചെല്ലുമ്പോൾ When He reaches at the perfect timing there, ആത്മാവിനെ അനുസരിച്ച് നടന്ന when you live according to the spirit of the word, ആമേൻ ഫിലിപ്പോസ് ചെന്നപ്പോൾ when this Philip reads there, ആമേൻ പ്രൈസ് അവിടെ ആമേൻ സ്വന്തം ഷണ്ണനെ കാണാനിടയായി. and he saw eunuch there, വചനം പറഞ്ഞു, and the word says, ഷണ്ണനെ സ്നാനപ്പെടുത്തി, and Philip baptized the eunuch, രണ്ടുപേരും ഒരുമിച്ച് ആമേൻ പുറത്തു കയറിയപ്പോൾ and when both of them got out of the pool the same time, ആമേൻ സ്വന്തം ഫിലിപ്പോസിനെ ആത്മാവെടുത്തോണ്ട് പോയി. Spirit took away the Philip. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം പറയുന്നു, ഹല്ലേലൂയ, ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ല കൊടുക്കുന്നത്. അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. For he hath God him has sent, speaks the word of the God, for the God give the Spirit by no measure. ഈ അളവ് കൂടാതെ ലഭിച്ചിരിക്കുന്ന ഈ ആത്മാവ് നിന്നെ എന്ത് ചെയ്യും? And the Spirit that you have received without no measure, what are you going to do? ഞാൻ പറയുന്നത് എടുത്തോണ്ട് പോകാൻ കഴിവുള്ളതാണ് ഈ ദൈവത്തിന്റെ വചനം. He is capable enough to carry you. എന്തിനായി ദൈവത്തിന്റെ ആത്മാവിനെ കർത്താവ് തന്നിരിക്കുന്നേ? Why the Spirit of the God has been bestowed ചില upon you? സന്ദർഭത്തിൽ നിന്നെ എടുത്തോണ്ട് പോകാൻ. So in sometimes so that he can carry you. ഓ ഷാബരജ ദരജദരഗല രഗദരമനജ ദരഗലരഗദ. ഈ കർത്താവ് എന്നാ ചെയ്താലും ആമേൻ അതിന് അളവില്ലാതെ ചെയ്യുന്നേ. When whatever the God does, He always do make sure it is without any measure. പക്ഷേ നീ ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് പ്രവർത്തിക്കാൻ ഇടയായാൽ, But if you believe in the word of the God and if you act according to it, മറ്റാർക്കും ചെയ്യാത്തത് നിനക്ക് വേണ്ടി ചെയ്യാൻ ദൈവം ശക്തനാണ്. God will do the things that He has never done for any man. ഇന്ന് വരെ ഒരു നിയമത്തിനും പറയാത്തത് നിനക്ക് വേണ്ടി ചെയ്യാൻ എന്റെ ദൈവം ശക്തനാണ്. God is capable enough to change even the laws for you. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയാൻ പറഞ്ഞു, നിയമം നിനക്ക് അനുകൂലമല്ല. The Spirit of the Lord is telling you that the law is not favorable to you. ഇവിടുത്തെ ലോ നിനക്ക് അനുകൂലമല്ല. The law is not favorable to you. ഇന്ന് പകൽക്കാലം അനുകൂലമാക്കുന്ന ഒരു നിന്റെ അടുത്തുണ്ട്. But there is somebody who is capable enough to make it favorable for ഇന്ന് you. ഏതൊക്കെയോ ആമേൻ ആമേൻ സ്വതം മേഖലകൾക്ക് ദൈവം പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. And some levels and some aspects in your life, the Spirit of the God is moving. നിന്റെ ഭവനത്തിനകത്ത് നിയമം അനുശാസിക്കുന്ന പ്രവൃത്തി ആമേൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് നീ കീഴ്പ്പെട്. ഇന്ന് പകൽ നിനക്ക് വേണ്ടി ആമേൻ ചില സ്ഥലങ്ങളിൽ ഇറങ്ങുവാൻ അവൻ തയ്യാറാണ്. If you want something that to be happen in your life and you are just have to surrender yourself to the Spirit of the God, and He will make sure He will come down for you at that levels where you are struggling. പരിശുദ്ധ ഒന്നുകൂടെ കേറി പറയാൻ പറയുന്നു. Let me take one more step, and He is asking me to say, മറ്റാർക്കും നടന്നില്ലെങ്കിലും, even though that didn't happen for any other person, മറ്റാർക്കും ചെയ്തില്ലെങ്കിലും, even that doesn't happen for any other person, ഇന്ന് പകൽ പരിശുദ്ധാത്മ നിനക്ക് വേണ്ടി ആ നിയമം ചെയ്യാൻ പോകുകയാണ്. today the Spirit of the God is going to do that for you. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങളെ തട്ടി ദൈവത്തെ ആരാധിച്ചു. നിനക്ക് വേണ്ടി നിയമത്തെ മാറ്റുന്നു. The God
is going to change ചില the laws നിയമങ്ങളെ for you. ചേഞ്ച് ചെയ്യുന്നു. Some rules are going to be changed just നിനക്കെതിരെ for you. കൈയെഴുത്തുമതി മായ്ച്ചവനുണ്ടെങ്കിൽ, Whatever that is written against you, has നിനക്കെതിരെ been എഴുതിയ കൈയെഴുത്തിനെ മായ്ച്ചവൻ ഇന്ന് വന്നത് ഇറങ്ങി വന്നിട്ടുണ്ട്. same God is in here. അവൻ പറയുക നിന്റെ ലിമിറ്റേഷൻസിനെ ഉടയ്ക്കുക മാത്രമല്ല, നിന്നെ എത്തിക്കേണ്ടത് എത്തിക്കാൻ ഞാൻ ശക്തനാണ്. He said, I'm not even capable enough to just to break your limitation, but I can make sure you reach where you're destined to be. അവൻ ഇതൊന്നും തീരം തോന്നില്ല. പക്ഷേ അവൻ വചനമോടൊന്ന് തീർത്ത് മതിയാകത്തുള്ള കാരണം എന്താ? ഇന്ന് ഇതിനകത്ത് വ്യാപരിക ദൈവശക്തിക്ക് ചിലതിനെ അവൻ ജീവൻ കൊടുക്കുവാൻ താല്പര്യമുണ്ട്. Today the power of the God is in here, who is dwelling in here. He wants to give life among you. യോഹന്നാൻ സുവിശേഷം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ. ഉറക്കെ വായിച്ചോ, നിങ്ങൾ സഭ ഉറക്കെ വായിച്ചോ, ഇതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകാൻ പോകുക. The just declare by faith, the thief does not come expect to steal, kill and to destroy. കർത്താവ് നിനക്ക് എന്തെങ്കിലും ചിരിച്ചല്ല തരാൻ പോകുന്നത്. God doesn't give you something by little. ആമേൻ. സകലവല്ല തരാൻ പോകുന്നത്. God doesn't give anything by little. ആമേൻ. ചിരിയല്ല തരാൻ പോകുന്നത്. But not by little, very by few. അവർക്ക് ജീവനുണ്ടാകുവാനും സകലമുണ്ടാകുവാനും ഈ ചിരി ഉണ്ടാകുവാനും ജീവിക്കാൻ വേണ്ടി ഉണ്ടാകുവാനും. പിന്നെ എങ്ങനാ ഒന്ന് പറയുന്നത്? വേടങ്ങ് നമ്മളങ്ങ് വിട്ടുകളയാതെന്നാ. I am come that I might have life and that they might have it more abundantly. കൈ കൊടുത്ത കർത്താവ് അബണ്ടൻസ് തരാൻ പോവുകയാണ്. And shake hands to each other and say, God is going to bless you abundantly. ആമേൻ. സ്തോത്രം. ഉൽപ്പത്തി 24-1 വാക്യം ഒന്ന് വായിച്ചേ. Genesis chapter 24. 24 verse 1. മോനെ ഉൽപ്പത്തി പുസ്തകം മോനെ പറഞ്ഞു. എന്തോ മോനെ വായിച്ചത്? ഒന്ന് ഉറക്കെ പറഞ്ഞു. ഇന്ന് അടുത്തിരിക്കുന്ന കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയാണ്, സകലത്തിൽ അനുഗ്രഹിക്കുന്നത്. Tell to each other by saying that if God has blessed you anything, He will bless you in all the things. ഹലോ, എല്ലാത്തിലുമാണ്. How? Tell that in all the things. നിന്റെ കുറച്ച് കാര്യത്തെ അനുഗ്രഹിക്കും. It doesn't say that He will bless you only in very little. കുറച്ച് കാര്യത്തെ പിടിച്ചു വെക്കും. He will not capture the rest of the things. ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ, if God started blessing you, ഒന്ന് കൈത എന്റെ പൊന്നു മകളെ, ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ, you shake your hands each other and say that when God started blessing you, നിന്റെ വഴികളിൽ എല്ലായിടത്തും ദൈവം അനുഗ്രഹിക്കും. in wherever ways you go, that God will bless you. വചനം പറയുകയാണ്, ഒരുവന്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ, the word of the God says that if God is placed in one man's way, ബാക്കി നിങ്ങൾ പറ. സ്തോത്രം. അവന്റെ സകല വഴികളിലും ഇവനെ അനുഗ്രഹിക്കാൻ ശക്തനായ ദൈവമാണ്. He is capable enough to bless him in all his ways. ആമേൻ. സ്തോത്രം. ആമേൻ. 2 Samuel chapter 8 verse 14. 2 Samuel 2 ശമൂവേലിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 14-ാമത്തെ പെട്ടെന്ന് വായിച്ചു പോയി, സമയമില്ല. ആ ആ ദാവീദ് ചെന്ന ചില പട്ടണങ്ങളിൽ അവന് ജയം കൊടുത്തു, ചിലയിടത്ത് അവൻ തോറ്റെന്നാണ് പറഞ്ഞത്. It says that wherever David went, he only got victory in some places, and some places he failed. ദൈവം തെരഞ്ഞെടുത്ത ദാവീദ് ചെന്നിടത്ത് ജയം ദൈവം എല്ലായിടത്തും കൊടുത്തെങ്കിൽ, and the God who has chosen the David, and He has given him the victory in every places he have went. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശു ഉള്ളിലിരിക്കുന്ന നീ ചെന്ന ജയം കിട്ടാതിരിക്കുമോ? The one who has received Jesus Christ as your Lord and Savior, and He is inside you, and when you go somewhere, അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തെ വിളിച്ച് ഞാൻ എഴുതിയ എക്സാമിന് ഞാൻ പാസ് ആകുക തന്നെ ചെയ്യും. you declare by saying that the exams that I have written, I will pass definitely. എന്നിട്ട് വിളിച്ച് പറഞ്ഞ ഞാൻ എഴുതാൻ പോകുന്ന എക്സാമിനകത്ത് ഞാൻ പാസ് ആകാനിടയായി തീരും. And you also declare that whatever exam I am going to write as well, I will pass it as well. അതുകൊണ്ട് പാട്ടുകാരൻ പറയുക, ദേശത്ത് ഞാൻ അനുഗ്രഹിക്കപ്പെടും. And that's why the psalmist says that I will be blessed in the land. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. Blessed in my job. എന്റെ
എന്റെ വീട്ടിൽ ആഹാരം കുറയുകയില്ല. My family, there will be no lack of food. എന്റെ വീട്ടിനകത്ത് എന്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെടും. My family, my wife will be blessed. എന്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും. Will be blessed. കാരണം കർത്താവിന്റെ വചനം പറയുക, പ്രൈസ് ദി ലോർഡ്, നിന്റെ കൈയുടെ അധ്വാനഫലം നീ തന്നെ തിന്നും. And the word, because the word of the God is that the fruit of your hand you will be eating. അങ്ങനെയാണെങ്കിൽ വിളിച്ചു പറ, ഇന്ന് പകൽക്കൽ എന്റെ മേൽ ഇരിക്കുന്ന സകല കടഭാരങ്ങളെ മാറ്റാൻ എന്റെ ദൈവം ശക്തനാണ്. And declare by saying that my God is capable enough to break every bondages of the debt upon me. വെറുതെ പോകുന്നത് ദൈവം ഇന്ന് പകൽക്കാലം നിർത്ത ചെയ്യാൻ ശക്തനാണ്. Whatever it is being getting lost by you from your hands, God is capable enough to stop it. ഇന്ന് പകൽ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് സ്വർഗ്ഗത്തിലെ ആത്മീക നന്മകൾ നൽകിയാണ്. Today the God has called you by giving all the spiritual and heavenly blessings unto you. സ്തോത്രം 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 ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം എത്ര കുറയാൻ സാധിക്കും? ഞാൻ ചെല്ലുന്നിടത്തൊക്കെ ജയം തരുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. How many of you can declare by saying that wherever I go, God is capable enough to give me victory? നീ കർത്താവിന്റെ വചനത്തിനകത്ത് നിന്നാൽ, If you are inside the word of God, നീ വചനപ്രകാരം if ജീവിച്ചാൽ, you live according to the word of നീ God, വചനത്തോട് കൂടെ നടന്നാൽ, if you walk along with the word of ആ God, വചനത്തിന് നിന്നെ ജയിപ്പിക്കാൻ the സാധിക്കും. word can give you victory. നീ കണ്ട വഴിക്ക് പോയേച്ച് ദൈവം പ്രവർത്തിച്ചെന്ന് പറയരുത്. Don't say anything by saying that I lived my life and then God didn't do anything. പ്രൈസ് ദി ലോർഡ്. രണ്ട് വാക്യം പെട്ടെന്ന് വായിക്കാം. Let's read a couple of words. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. Ephesians 3 verses 19. പരിജ്ഞാനത്തിൽ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകിയ ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്നും പ്രാർത്ഥിക്കുന്നു. ഓ, To know the love of the Christ which passes the knowledge, and you may be filled with all the fullness of God. ഇപ്പൊ നമ്മളെ ദൈവം എന്തിനാക്കിയിരിക്കുന്നേ? Why God has kept you here? ദൈവത്തിന്റെ എല്ലാ നിറവിനോളം So that you be filled with all the fullness of God. നിറഞ്ഞു വരണം. You need to be filled. സത്യവാ, നിറഞ്ഞു വരണം. പക്ഷെ നമ്മളിപ്പോ അങ്ങനെ ഇരിക്കുന്നേ. You need to be filled, but how we are today? ഇന്ന് പകൽക്കാലം മടങ്ങി വാ ദൈവസഭയെ. I'm calling you, return the church of God. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? ഹല്ലേലൂയ. അതെ, ആ ദൈവം ഇന്ന് പകൽക്കാലം എന്നിൽ ആഗ്രഹിക്കുന്നത് അവന്റെ നിറവിൽ നിന്നാണ് എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. How many of you can believe and say that the God who am I worshiping, you want to give something out of his fullness? ആമേൻ. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ When you go to John chapter 6, അതിന്റെ 31 മുതൽ 33 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. ആ ആ ആ മതി. ദൈവത്തിന് സ്തോത്രം. thank God. Our fathers ate the manna in the desert, and as it is written, He gave them the bread from heaven to eat. Then Jesus said to him, most assuredly I say unto you, Moses did not give you the bread from the heaven, but by my Father gives you the true bread from heaven. For the bread of the God is He who comes down from the heaven and gives life to the world. Then they said to him, Lord, give us this bread always. And Jesus said to them, I am the bread of the life. He who comes to me shall never hunger. He who believes in me shall never thirst. നിങ്ങൾ വീട്ടിൽ പോയിട്ട് പുറപ്പാട് ദിവസം 16-ാം അധ്യായം വായിക്കണം. When you go home, please read Exodus chapter 16. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ദൈവം തരാൻ ശക്തനാകുഞ്ഞേ. God is capable enough to give you child ആമേൻ. of God. നമ്മുടെ പിതാക്കന്മാർ മന്ന തിന്നുവാൻ ഇടയായി തീർന്നു. And our fathers did eat manna in the desert. കർത്താവ് പറയാ, അവർ തിന്ന മന്ന, And the Lord said to them, അത് ഞാൻ തന്നെയായിരുന്നു. the manna they ate, that was my അങ്ങനെയാണോ? itself. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 6:32 പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗ്ഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് എന്റെ പിതാവ് അത്രേ. ആമേൻ. സ്തോത്രം. 33, ദൈവത്തിന്റെ ഈ അപ്പമോ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു. അപ്പൊ ആരാ പണ്ട് വന്നത് അവർക്ക്? ഹലോ, ആമേൻ. ഇസ്രായേൽ ജനത്തിന് മന്നയായി ഇറങ്ങി വരാൻ ഇടയായി തീർന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ദൈവത്തിന്റെ വചനമായി അവൻ ഇറങ്ങി വന്നിരിക്കുകയാണ്.
Most assuredly I say unto you, Moses did not give you the bread from the heaven, but the Father gave the bread to them. And it said, the word of the God in 33 says that the bread of God is he who comes down from the heaven and gives life to the world. And if he says that he was truly the manna who came down from heaven for the fathers to eat, if so, today the word of God, the manna from the heaven is here as a word of God for you. ആമേൻ. അതിന്റെ 35-ാമത്തെ വാക്യം പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. And the 35 says that I am the bread of life. ആമേൻ. സോ ഇന്ന് പകൽക്കൽ എത്ര പേർക്ക് ഈ ജീവന്റെ അപ്പത്തെ ആവശ്യമുണ്ട്? How many of you desire for this bread of life? ആമേൻ. സോ ഇന്ന് പകൽക്കാലം കർത്താവ് തനിക്ക് സമൃദ്ധിയായി ജീവൻ നൽകാനാണ് വന്നിരിക്കുന്നത്. Because God is here to give you life abundantly. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. John chapter 1 14 16 15 വിട്ടേക്ക്. 14 16 വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായി അവന്റെ തേജസ്സായി കണ്ടു. അപ്പോൾ എന്താ പറഞ്ഞേ? 14 16 ഒരുമിച്ച് വായിക്കുമ്പോൾ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അവന്റെ നിറവിൽ നിന്ന് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. And the word became flesh and dwelt among us, and he beheld his glory and the glory of only begotten to the Father, full of grace and truth. And it says in the 16 is in, and his fullness we all have received grace for grace. എന്റെ കർത്താവിന്റെ കയ്യിൽ ഒന്നിനും ഒരു കുറവില്ല. And my God lacks nothing. ജീവൻ വേണ്ടവർക്ക് ജീവൻ ഒരു കുറവില്ല. Those who desire life, there is no lack in life in him. എത്ര പേർക്ക് വിശ്വസിക്കാൻ സാധിക്കും? എന്റെ കർത്താവിന്റെ കയ്യിൽ എന്റെ ആവശ്യങ്ങൾക്ക് ഒന്നിനും ഒരു കുറവില്ല. And how many of you can believe that whatever I want, there is no lack in my God, whatever I want. എത്ര കോരിയാലും മതിയാകാത്ത ആമേൻ ഉറവയുടെ അടുക്കലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എത്ര പകൽക്കാലം എത്ര പേർക്ക് വിശ്വസിച്ച് പറയാൻ സാധിക്കും? How many can believe and say that I am near the spring, that even though how much I draw from it, it will never run out. നീ എത്ര കോരുന്നു അതിനനുസരിച്ച് ദൈവം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. How much ever you draw from the spring, the God is going to make it more abundantly, exceedingly. എത്ര വചനം നീ വായിച്ച് നീ മെഡിറ്റേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് നീ ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കും. The more you read the word and meditate the word, the more the powerful you become in the presence of God. ലോകത്തിൽ മറ്റൊന്നിനെ നിന്നെ നടത്താൻ പറ്റത്തില്ല. Nothing can lead you in this world. ദൈവത്തിന്റെ വചനത്തിന് നിന്നെ നടത്താൻ സാധിക്കും. The word of God can lead you today. ഇന്ന് പകൽ നിന്ന് വിളിച്ചു പറയാൻ ഞാൻ ദൈവത്തിന്റെ വചനത്തിന് എന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. Today you declare by saying that I surrender myself in front of the word of God. ആമേൻ. നീ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കുമ്പോൾ, when you receive the word of God, ആമേൻ സ്തോത്രം, സകലം എന്ന് പറയുന്ന ദൈവം ആമേൻ സമൃദ്ധിയായി അനുഗ്രഹിക്കാൻ ഇടയാകും. the person who says by little God is going to bless it abundantly. ആമേൻ. നിന്റെ ലിമിറ്റേഷൻസ് മാറാത്തതിന്റെ കാരണം, do you know the reasons behind why your limitations are not breaking? ദൈവത്തിന്റെ വചനമില്ലായ്മയാണ്. Because there is no presence of word of God in വചനം പ്രവർത്തിക്കാൻ ഇടയാകും. and the word will be able to do its job. ആ വചനത്തെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. Nothing can fail the word of God. ഹല്ലേലൂയ, ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. വിറക് പൊറുക്കി കൊണ്ടുവന്ന സരാഫാത്തിലെ വിധമ പറഞ്ഞു, ആമേൻ, എൻ്റെ കയ്യിൽ ലിമിറ്റഡ് സാധനമേ ഉള്ളൂ, ഞങ്ങൾക്ക് 2 പേർ കൂടെ ഉള്ളതേ ഉള്ളൂ. And the widow who was taking 2 sticks from the couple of sticks from there, and she replied by saying that I only have limited resources, that's for just for 2 of us. കർത്താവ് അമ്മേൻ ഏലിയ പറഞ്ഞു, സാരമില്ല, ആദ്യം അതിനകത്തും ശകല എനിക്ക് കൊടുത്താ. But the prophet replied by saying that it's okay, but make sure that you give me first. നീ ഇന്ന് പകൽക്കാലം വചനത്തിനകത്തേക്ക് തിരിയുമ്പോൾ, when you turn yourself to the word of God, വചനത്തിനകത്തെ കണ്ണുവയ്ക്കുമ്പോൾ, when you fix your eyes to the word of God, നിന്റെ ഏതൊക്കെ മേഖലകൾക്കകത്ത് കുറവുണ്ടോ അവിടെയെല്ലാം അതിനെ വർദ്ധിപ്പിക്കുവാൻ എൻ്റെ ദൈവം ശക്തനാണ്. whatever aspects in your life that is lacking, God is capable enough to make it more abundantly. എത്ര പേർക്ക് വിശ്വസിച്ച് പറയാൻ പറ്റും? കേസ് കർത്താവേ, ഞാൻ സ്വീകരിക്കുന്നതിനെ, how many of you say that the Lord, I receive ഞാൻ the ഈ word, വചനത്തെ ഇനി അധികമായി സ്നേഹിക്കാൻ പോവുകയാ. I'm going to love this word more exceedingly. ഈ
വചനം അധികമായി വായിക്കാൻ പോകുകയാണ്. I'm going to read this word more exceedingly. പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ വളരെ ശക്തമായി പറഞ്ഞു, വചനം വായിക്കുവാൻ കഴിയാതിരിക്കുന്നവന് അതിരിപ്പുണ്ട്. And the Spirit of God is telling me in my heart, and there are some people among you who is not able to read the word. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നത്, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബൈബിൾ കൈകൊണ്ട് തൊടാത്തതിന് അതിരിപ്പുണ്ട്. The Spirit of the God is telling that there are some people among you who hasn't even touched the Bible last week. കഴിഞ്ഞ ഞായറാഴ്ച കൊണ്ട് വെച്ച ചൊവ്വാഴ്ച എടുത്ത് വെച്ചത് ഇന്ന് എടുത്തോണ്ട് വന്നിരിക്കുന്നത്. And you kept the Bible last Sunday and you take it on Tuesday and you again take it on this Sunday. ആരും എന്നെ നോക്കി ആമേൻ പറയണ്ട. No need to say amen. പരിശുദ്ധാത്മാവിന് അറിയാം നിങ്ങൾ ആരാണെന്ന്. Holy Spirit knew who are you. പക്ഷെ ഇന്ന് നിങ്ങളുടെ ആ ലിമിറ്റേഷൻസിനെ കർത്താവ് ബ്രേക്ക് ചെയ്യുക. But today the God is going to break that limitations. സ്തോത്രം, സ്തോത്രം. 5 മിനിറ്റ് പ്രാർത്ഥന ഉറക്കം വരുന്നവന് അതിരിപ്പുണ്ട്. If you pray for 5 minutes, there are people among you that will sleep. പാസ്റ്റർക്ക് ഇങ്ങനെ ഇതൊക്കെ അറിയാവുന്നേ? How, Pastor, you know these whole things? നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ എനിക്കറിയാം. I know the way you are sitting by yourself. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ ലിമിറ്റേഷൻസിനെ കർത്താവ് എടുത്തു കളയുകയാണ്. And God is breaking that limitations today. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ, സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഭവനത്തിൽ ഭാര്യയും ഭർത്താവും സംസാരിക്കാതിരിക്കുന്നവരുണ്ട് ഇതിനകത്ത്. And last 1 week that I have people among you that the husband and wife haven't even talked to each other. ആമേൻ, സ്തോത്രം. എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയത്തില്ല, സംസാരിക്കാതിരിക്കുന്നതിന് അതിരിപ്പുണ്ട്. But don't know why the reason is, but you haven't talked to each other. കർത്താവ് പറയാ, ഇന്ന് ആ ലിമിറ്റേഷൻസിനെ ഞാൻ എടുത്തു കളയാൻ പോവുകയാണ്. But today I'm breaking the limitations. ഓ റാബ്രന ഷന്തന, ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ പറഞ്ഞാൽ എന്റെ ലിമിറ്റേഷൻസിനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിനാണ് ഇതൊക്കെ വിലങ്ങുതടിയായി നിൽക്കുന്നത്. Because these are all the hindrances before you, so that the relationship with God cannot be established. ഈ ലിമിറ്റേഷൻസിനെ കർത്താവ് ഇന്ന് ബ്രേക്ക് ചെയ്യാൻ That പോകുന്നു. limitation God is going to break. അങ്ങനെ ആ ലിമിറ്റേഷൻസിനെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ When you break that limitations like that, അവന്റെ നിറവിൽ നിന്ന് നിറവ് പ്രാപിക്കാൻ ഇടയായി തീരുമ്പോൾ, you will be able to receive the അങ്ങനെ നിൽക്കുന്ന ഒരു fullness from His ദൈവസഭ grace. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, And the same way that when the church stands with ആമേൻ, us, ശത്രു നിന്റെ മുന്നിൽ നിൽക്കാൻ പറ്റത്തില്ല. no devil can stand in front of ആമേൻ, you. കർത്താവ് കൊടുത്ത ആഹാരവും കഴിച്ചു നിന്ന മല്ലന്മാരുടെ ആഹാരവും കഴിച്ചത് ഇസ്രായേൽ ജനത്തെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, And if you know that the people who has ate the food that is given from the heaven by the God, they couldn't, the Amalekites couldn't, the enemy could not defeat the Israelis who ate that food. ചിലയിടത്തൊക്കെ അവർ വീണ് പോയിട്ടുണ്ട്, പക്ഷെ അത് അവരുടെ കയ്യിരിപ്പുണ്ടാ. Some places they have failed, but because of their disobedience, എവിടെയൊക്കെ വചനം അവർ അനുസരിച്ചില്ലയോ അവിടെയൊക്കെ അവർക്ക് താഴ്ചകൾ സംഭവിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. wherever they didn't obey the word of God, they had failed. പക്ഷെ ദൈവത്തിന്റെ വചനം സ്വീകരിച്ചപ്പോഴെല്ലാം അനുസരിച്ചപ്പോഴെല്ലാം അവിടെയെല്ലാം ദൈവത്തിന്റെ കൈ അവർക്ക് അനുകൂലമായിരുന്നു അവരെ ജയിപ്പിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ, But whenever they were obedient to the word of the God and they were the hand of God was favorable for them. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം ജീവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്റെ അകത്തു താമസിക്കുന്ന എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വചനം നിന്റെ അകത്തു താമസിക്കുന്നിടത്തോളം കാലം നീ പോകുന്ന സകല യാത്രകളും നിനക്ക് വേണ്ടി ജയം തരുവാൻ എന്റെ ദൈവം ശക്തനാണ്. When you are saved and baptized in the name of the Lord Jesus Christ, and the Lord is living inside you, wherever you go, wherever you travel, God is capable to give you victory over everywhere. എത്ര നാളായി താഴെ കിടക്കുക നീ? How many years you have been put lowly? നീ വിശ്വസിച്ച് വിളിച്ചു പറ, നോ, ഇനി എനിക്ക് താഴെ കിടക്കാൻ പറ്റത്തില്ല. You declare by faith and say that I can no more lay low. എന്നെ ഉയർത്തുന്ന ഒരുവൻ എന്റെ അകത്തിരിപ്പുണ്ട്. I have somebody inside me who is capable to lift me up. ആമേൻ. എഫേസ്യർ 2 പ്രകാരം എന്നെ ഉയർത്തി മാനിച്ച അപ്പന്റെ കൂടെ ഇരുത്തുന്നവൻ എന്റെ അകത്തിരിപ്പുണ്ട്. According to Ephesians 2 chapter 2 says that I have somebody in me who is capable to sit me right next to the Father in the heavenly places. അതുപോലെ എന്തൊക്കെ വിളിച്ചു പറയാൻ അതൊക്കെ വിളിച്ചു പറ. എന്റെ അപ്പൻ എന്റെ കൂടെയുണ്ട്, അവന്റെ വലം കൈക്ക് പിടിച്ചിട്ടുണ്ട്, അവനെ കൈവിടത്തില്ല, അവനെ ഉയർത്തുക തന്നെ ചെയ്യും, അവനെ മാനിക്കുക തന്നെ ചെയ്യും. And you can declare whatever comes in me your heart by saying that I have my Father, I have my Lord that is in me who is capable to lift my heart and hand, and he will lift me up and he will make sure he will honor me. വിശ്വസിച്ച് വിളിച്ചു പറ, ഞാൻ അവന്റെ നിറവിൽ നിന്ന് ആമേൻ പ്രാപിച്ചിരിക്കുന്നവനാണ്. Because you can declare by faith and say that I have received from his fullness. ഇനി എനിക്ക് ഒരു കുറവ് വരാൻ ദൈവം സമ്മതിക്കത്തില്ല. God will not allow any lacking in my life.
ഞാൻ പറഞ്ഞത് ആത്മീകമായിരിക്കുന്ന കുറവുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. I am talking about the spiritual lackings. നിനക്ക് സകലവും തരാൻ ദൈവം ശക്തനാണ്. God is capable to give you everything. നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പിടിക്കുന്ന ഒരു പകൽക്കാലമായി ദൈവസഭ തീരാൻ പോകുന്നു. God is going to make sure that today the church is going to take back the things that has been looted. നഷ്ടപ്പെട്ട സമാധാനം മടങ്ങി വരുന്നു. The peace that was lost is coming back. സന്തോഷം മടങ്ങി വരുന്നു. The joy that is lost is coming back. ഉയർച്ച മടങ്ങി വരുന്നു. Your high going high is coming back. ആമേൻ. അടഞ്ഞുപോയ വഴികൾ തുറക്കപ്പെടുന്നു. The peace that is closed is coming back. ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി യാത്ര തിരിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവുണ്ട്. There is a spirit that has already been traveled and destined for you. ജാതീയ രാജാവ് കോരേശിന് വേണ്ടി എന്റെ ദൈവം അവന്റെ മുമ്പിൽ പോകാൻ ഇടയായി തീർന്നെങ്കിൽ, Even though for a king who is a Gentile for Koresh, Amen. Cyrus, God has come down. കോരേശ് എന്റെ ഇടയൻ, The word of the God is Koresh Cyrus is my അഭിഷിക്തൻ. servant. He is my ഞാൻ anointed നിനക്ക് one. മുമ്പായി പോകുന്നു. And I will go before you. ആമ്ര കഥകളെ ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയും. I will make sure the bronze walls and ആമേൻ. സ്വന്തം അത് മാത്രമല്ല, for you. ഗുപ്ത നിക്ഷേപങ്ങളെ ഞാൻ നിനക്ക് കാണിച്ചു തരും. And I will also reveal to the mystery of the ഇന്ന് പകൽ mystery of വിശ്വസിച്ചവരെ Egypt to you. എനിക്ക് വേണ്ടി എന്റെ മുമ്പിൽ സഞ്ചരിക്കുന്ന ഒരു ദൈവത്തിന്റെ ആത്മാവുണ്ട്. And you declare by faith by there is a saying that I have a spirit of the God who is traveling before me. ഞാൻ പ്രാർത്ഥനയാകുന്ന വാടി ഉയർത്തി നിൽക്കുമ്പോൾ, Whenever I lift my staff of prayer, ഞാൻ പ്രാർത്ഥനയാകുന്ന വാടി ഉയർത്തി നിൽക്കുമ്പോൾ, when I lift my staff of prayer, ശത്രുവിന് ജയിക്കാൻ പറ്റത്തില്ല. no devil can win over me. കരങ്ങളെ അടിച്ചാൽ പ്രസവം ദൈവത്തെ ആരാധിച്ചാട്ടെ. Clap your hands and worship the Lord. വിശ്വസിക്കുന്നത് ആരാധിച്ചാട്ടെ. Those who believe in have faith and worship the Lord. ഈ വചനത്തെ റിസീവ് ചെയ്യാൻ പറ്റുന്നവർ ദൈവത്തെ ആരാധിച്ചാട്ടെ. Those who can receive the word worship the Lord. ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു സന്തോഷ വർത്തമാനം കേൾക്കാൻ പോവുകയാണ്. The coming days I'm going to receive some good news. എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിന്റെ കരം ഞാൻ കാണാൻ പോവുകയാണ്. Going to see the hand of the God is acting for me. എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കേൾക്കാൻ പോവുകയാണ്. I'm going to see the acts of the God who is working എനിക്ക് for വേണ്ടി me. ഇറങ്ങി വന്ന ദൈവത്തെ ഞാൻ അനുഭവിക്കാൻ പോവുകയാണ്. I'm going to experience the God who is coming down for കരമടിച്ച് me. കരമടിച്ച് കരമടിച്ച് ഈ വചനത്തെ വിശ്വസിക്കുന്നത് എഴുന്നേറ്റുന്നു. Those who believe in the word, you can rise upon your feet. നിങ്ങൾ പറഞ്ഞു സ്വത്രം ഹല്ലേലൂയ. ഇന്ന് വരെ നടക്കാത്തത് ഈ ദൈവസഭയ്ക്ക് ഇന്ന് പകൽക്കാലത്ത് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ലിമിറ്റേഷനകത്ത് ഉടച്ചു കളയുകയാണ്. നിങ്ങളുടെ കണ്ണുനീരിന്റെ ലിമിറ്റേഷനകത്ത് ഉടച്ചു കളയുക. കരഞ്ഞിട്ട് നടക്കാത്തതിനകത്ത് ഉടച്ചു കളയുക. നിങ്ങളുടെ വഴികളകത്ത് തുറക്കുകയാണ്. ആമേൻ. നിങ്ങൾക്ക് തടയപ്പെട്ടിരിക്കുന്ന കർത്താവ് തരികയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് തരാൻ ശക്തനാണ്. Declare by saying that God is ever capable to break all my limitations, and you can receive it and clap your hands and worship. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പകൽക്കാലം യേശുവിന്റെ രക്തം കൊണ്ട് പൂത്തയിട്ട നിരം ദൈവത്തെ ആരാധിക്കുമ്പോൾ ലിമിറ്റേഷൻസ് ഒടയും. Those who have been sealed by the blood of Jesus Christ, when they worship, all the limitation will be broken down. പരിശുദ്ധാത്മാവിനെ ചിലരെ തൊട്ടുകൊണ്ടിരിക്കുക. അവൻ സമയമെന്ന് എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ചില ലിമിറ്റേഷൻസിനെ നിന്റെ ഭയത്തെ കർത്താവ് എടുത്തു മാറ്റുക. നിന്റെ വഴികൾ കർത്താവ് തുറക്കുക. അടഞ്ഞു കിടന്നവ തുറക്കാൻ ദൈവം ശക്തനാ. ഇന്നത്തോടനെ പാറ്റു. Holy Spirit is intelligently saying to some people among you, God is taking away your fear and God is breaking your limitations. വിശ്വസിക്കുന്നുണ്ടോ നിൽക്കുന്നവര്? Those who നിങ്ങൾ ഈ stand മാസം believe. കഴിയുന്നതിന് മുമ്പായിട്ട് Amen. Those who stand before this month get end. വചനം പറയുന്നത് പോലെ As the word says, ജെറമായ ചാപ്റ്റർ 12 വേഴ്സ് 15 Jeremiah chapter. വിശ്വസിക്കുന്നവർ ചേർന്ന് വായിച്ചു. Those who believe read together. അവനവൻ ഓരോരുത്തനെ അവനവന്റെ അവകാശത്തിലേക്ക്. അപ്പൊ മനസ്സിലാക്ക്, Each of one will bring them back. എന്റെ അവകാശം വേറെ, His own heritage. നിങ്ങളുടെ അവകാശം വേറെ. And my heritage is different, but yours is different. നിങ്ങൾക്ക് തന്നിരിക്കുന്ന അവകാശം എനിക്ക് ദൈവം തരത്തില്ല. Whatever heritage is given to you, God will not give it to me. എനിക്ക് തന്ന അവകാശത്തെ നിങ്ങൾക്കും തരത്തില്ല. Whatever it is being given to you, it will not be given to you. കർത്താവ് ഒരു വചനത്തിൽ കൊടുത്ത് കാണിച്ചു കൊടുത്തു. Through one word, God has showed കർത്താവ് them. പറഞ്ഞു, സ്തോത്രങ്ങൾ, ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളെ തിരക്കിയാണ്. Jesus declared by saying that I am here to searching for the lost lambs, lost sheep of the Israel. ഞാൻ മക്കൾക്കുള്ള
ആഹാരമെടുത്ത നായ്ക്കുട്ടികൾ കൊടുക്കത്തില്ല. I will not give the bread for the children and not give it. I will not give it to the any ഇന്ന് പകൽ dogs. വിളിച്ചു പറ, ഞാൻ മകനാണെങ്കിൽ ഞാൻ അവകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് ഇന്ന് പകൽ എനിക്ക് ഒരു വഴിയൊരുക്കിയിട്ടുണ്ട്. Declare by saying that if I am the son, the God has put me in a heritage, so that I will be led to my heritage. ഞാൻ അവകാശത്തിലേക്ക് കാല് വെക്കാൻ പോവുകയാണ്. I'm going to keep my feet upon my heritage. നിങ്ങളുടെ വിശ്വാസത്തിൽ കാലുകൾ എടുത്തു വെച്ചാട്ടെ, ഞാൻ അവകാശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Declare and put your feet forward and say, I ആമേൻ. am വിശ്വാസത്തിൽ stepping into കാലുകൾ my എടുത്ത് ഞാൻ heritage. അവകാശത്തിലേക്ക് പ്രവേശിക്കുകയാണ്. And declare by saying that and put your feet forward ആമേൻ. and I am ശാത്തുര entering into my heritage. ആമേൻ. ഈ പറയുന്നത് പഴയ നിയമത്തിലെ അബ്രഹാമിനോട് പറയും, അബ്രഹാമേ ഇനി നടന്നു പോകാൻ സമയമല്ല, നീ ആമേൻ വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും നോക്ക്, നീ കാണുന്ന ദേശമൊക്കെ ഞാൻ നിന്റെ മക്കൾക്ക് അവകാശമായി തരാൻ പോവുകയാണ്. Now there is no time for you to walk through that. Now that God is telling Abraham, now you lift up your head and look into east, west, south and north. Whatever you see, I will be giving as an inheritance for you and your seed. അങ്ങനെയാണെങ്കിൽ വിശ്വാസത്തിന്റെ കാലെടുത്ത് വെക്ക്. വിശ്വാസത്തിന്റെ ഇൻഹെറിറ്റൻസിനകത്തേക്ക്, അവകാശത്തിനകത്ത് കാലെടുത്ത് വെക്ക്. You so believe by stepping your foot forward and into your heritage. അവൻ തരാൻ പറഞ്ഞാൽ ഇനി പിടിച്ചു വെക്കാൻ ശത്രുവിന് പറ്റത്തില്ല. The God declares by saying, give it to him and he can. The devil ഇനി cannot ശത്രുവിന് hold it any പറ്റത്തില്ല. longer. The devil cannot hold it any longer. അതാ കർത്താവ് പ്രവാചകനെ പറഞ്ഞ് വിളിച്ചു പറ, ദേശത്തോട് വിളിച്ചു പറ, വടക്കേ നീ തരിക, തെക്കേ നീ തടുത്തു വെക്കരുത്, കിഴക്കേ വരിക, പടിഞ്ഞാറ് വരിക, ഇനി ഒരു ദേശത്തിനും തടുത്തു വെക്കാൻ പറ്റത്തില്ല. That's why by the word of the prophet it says that to the north, east and south that he do not hold it any longer. Give it. നിങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ പോകുക. റാബ ശതുര രജതരഗലരഗദ ഓ ഷബ ഖരജതരഗലരഗദ. കർത്താവ് ഇന്ന് പകൽക്കാലം കരമുയർത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ വചനത്തിനകത്ത് പറഞ്ഞ സകല നന്മകളെ കൊണ്ടും അനുഗ്രഹമായി സമൃദ്ധിയായി നിന്റെ നിറവിന്റെ നിറവിൽ നിന്ന് പ്രാപിപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ഞാൻ അവരെ അധികാരപ്പെടുത്തി പ്രാർത്ഥിക്കുക. അവർക്കെതിരെ പോരുന്ന സകല ദുഷ്ടന്റെ ശത്രുക്കളെയും യേശു ക്രിസ്തുവിൻ നാമം ദൈവസഭ ജയിച്ചടക്കുകയാണ്. പ്രാർത്ഥനയുടേതായ സ്തോത്രം ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ലിമിറ്റേഷൻസിനെ കർത്താവ് പൊളിക്കുന്നു. God is breaking your limitations. ആമേൻ. പ്രിയ എൽദോർ പ്രാർത്ഥിച്ചാട്ടെ. റഖലറബ ശന്തുന. കർത്താവേ, ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാൽക്കാലത്ത് നന്ദി. അപ്പോൾ ഞങ്ങൾ കേൾപ്പിച്ച നല്ല ദൈവിക ആലോചനക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, റഗാജകൽക്കനറിയാൻ തരബൽക്കമാന. കർത്താവേ, ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവേ, പല മേഖലകളിലും ഞങ്ങളുടെ ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷേ ആ ലിമിറ്റേഷൻസ് പൊട്ടിക്കാൻ കർത്താവേ, അവരുടെ കൃപമേൽ നിന്ന് കൃപ പ്രാപിക്കാൻ കർത്താവേ, ആ നിറവിൽ നിന്ന് നിറവ് പ്രാപിക്കാൻ കർത്താവേ, റഗാജക ആത്മാവിന് അളവ് കൂടാതെ കൊടുക്കുന്ന ദൈവമേ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ തന്നെ ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളിത് വിശ്വസിക്കുന്നു. ഞങ്ങൾ കേട്ട വചനം ഹാലി ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ ചില ലിമിറ്റേഷൻസിന്റെ കർത്താവ് പൊട്ടിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ മാസം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ റിസൾട്ടായി കാണാൻ പോയി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഏതൊക്കെ മേഖല കർത്താവേ ഞങ്ങൾ ലിമിറ്റേഷൻസ് ആയിരിക്കുന്നു കർത്താവേ, ലിമിറ്റഡ് ആയിരിക്കുന്നു കർത്താവേ, റബാജകൾക്ക് ആ വിധവ പറഞ്ഞ പോലെ കർത്താവേ, അപ്പാ നിനക്കും കൂടെ തരുവാനുള്ളത് എന്റെ കയ്യിൽ ഇല്ലെന്ന് പറയുമ്പോൾ അപ്പാ ഒരു ക്ഷാമകാലം മുഴുവൻ ഹാലലി കഴിയുവോളം നിറഞ്ഞ നിറവ് ഹാലലുയ അപ്പൊ ആ കർത്താവ് വചനത്തിൽ പറഞ്ഞു കർത്താവ്, ഞങ്ങൾ ഇന്ന് അതിനെ വിശ്വസിച്ചുകൊണ്ട് കർത്താവേ ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പൊ ഈ വചന പ്രകാരം കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കാ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അപ്പൊ മുഴുവൻ മൊത്തം തിരുമേക്ക് തരുന്നു കർത്താവേ സ്തോത്രം. കർത്താവിനെ ബലപ്പെടുത്തി കൃപയ്ക്കാ നന്ദിയുടെ സ്തോത്രം. അമ്മ മഹത്വം കൊടുക്കണം യേശുവിനകത്ത് തന്നെ. ഒരിക്കലും കരയത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം. കർത്തൃമേശയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആമേൻ. പ്രൈസ് ദി ലോർഡ്. ആഷ്ലി ആൻഡ് ഏഞ്ചലിന പ്ലീസ് കം ഫോർവേഡ്. ആൻഡ് പ്രൈസ് ഗോഡ്. ഓസ്റ്റിൻ ബ്രദർ ഓൾസോ യു ക്യാൻ കം ഫോർവേഡ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നാം കർത്തൃമേശയിലേക്ക് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നാം കർത്താവിൻ്റെ മേശയിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ കർത്തദാസന്മാർ എൽദബേറും ജോസഫ് പാസ്റ്ററും ജോസഫ് ബ്രദറും രതീശ്വരും മുന്നോട്ട് കടന്നു വന്നാട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാ ആഴ്ചയിലും കർത്താവിൻ്റെ വചനം കേൾക്കുന്ന എങ്കിലും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. Certain, two kids and our dear, Austin brother is here. So how to tell, clearly about the, Holy Communion. Praise the Lord. ഇത് നിങ്ങൾക്ക് വയറ് നിറയാനുള്ള ആഹാരമല്ല, പകരം book of John 6, you need to read carefully. വീട്ടിൽ പോയിട്ട് നല്ലതുപോലെ വായിക്കണം. നമ്മൾ വായിച്ച ഭാഗത്തിനകത്ത് പറഞ്ഞാൽ ജീവന്റെ അപ്പമാകുന്നു. സ്വതന്ത്രം. അവിടെ പറയുന്നു, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. ഓക്കെ, പറഞ്ഞോ.
The one who eats me will live according to me. അമ്മേ സ്തോത്രം. യേശുവോട് ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വന്നവർക്ക് വിശക്കുകയില്ല. സി യു ആർ ഗോയിങ് ടു, കർത്താവ് പറയാ, എൻ്റെ ശരീരം ഭക്ഷിക്കാതെയും എൻ്റെ രക്തം കുടിക്കാതെയും വരുന്ന നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകത്തില്ല. And the word of God says, if you don't eat my body and blood, you will not have life. അപ്പോൾ അകത്തിരുന്ന ഒരു ചേട്ടനെ കൊന്നിട്ട് അവൻ്റെ മാംസം തിന്നണമെന്നാണോ ഈ പറയുന്നേ? And some people may wonder like that, oh, do I need to murder him again to eat it? ഇത് ആമേൻ സ്തോത്രം, ഇത് മുന്തിരിയുടെ ചാറാണ്. This is a fruit of grapes. ഇത് ബ്ലഡായിട്ട് മാറുന്നില്ല. It doesn't convert into blood. ഇത് സ്തോത്രം ഗോതമ്പിന്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ മാവ് കൊണ്ടുണ്ടാക്കിയ അപ്പമാണ്. This bread is made out of wheat. ഇത് ശരീരമായി It മാറുന്നില്ല. doesn't convert into body. ഇത് കർത്താവിന്റെ മരണത്തെയും പുനരുത്ഥാനത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. This is a ministry God has established to do in remembrance of his death and resurrection. ഭാവമാറ്റം ഉണ്ടാകുന്നില്ല. It doesn't convert into blood or body. ആമേൻ സ്തോത്രം. പകരമായിട്ട് ഇതിനകത്തുണ്ടാകുന്ന ദൈവത്തിന്റെ കൈ ചലിക്കാനിടയായിത്തീരും. But the hand of the God will be upon this. നമ്മളത് വിശ്വസിക്കുകയാണ്. കർത്താവിന്റെ ശരീരമായി കർത്താവിന്റെ രക്തമായി നാം വിശ്വസിച്ചെടുക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാനിടുകയാകുകയാണ്. But if you believe that this is the body of the Lord and the blood of the Lord, and it will convert us in a blessing upon to us. നമുക്കൊരു വാക്യം വായിച്ചേ പറ്റത്തുള്ളൂ. പ്രേക്ഷ അവർ ആദ്യമായിട്ട് എടുക്കുന്നതിനാണ് 1 കൊരിന്ത്യർ 11 അധ്യായത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരാം. Let's read from 1 Corinthians 11 chapter 23. 23-ാമത്തെ വാക്യം മുതൽ പെട്ടെന്ന് വായിച്ചു ആരെങ്കിലും ഒരാള്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെന്നാൽ, കർത്താവ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അതുകൊണ്ടും തന്നെ അവൻ അത്താഴം കഴിഞ്ഞ അവൻ പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴേക്കും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിപ്പിക്കുകയും ചെയ്യുമ്പോഴേക്കും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഈ മേശ പറയുന്നത്, വിളിച്ചു പറയുന്ന ഒന്നാണ്, കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. പറയാൻ പറ്റുമോ? ആമേൻ. യേശു ക്രിസ്തുവിന്റെ മരണത്തെ ഈ മേശ പ്രഖ്യാപിക്കുന്നു. The Lord's table declares the death of the Lord. ആമേൻ. സ്തോത്രം. അടുത്ത വാക്യം 27. ആമേൻ. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അടുത്ത വാക്യം. ആ മനുഷ്യൻ തന്നെത്താൻ പാസ്റ്റർ അല്ല ശോധന ചെയ്യേണ്ടത്, പാസ്റ്റർ അല്ല കണ്ടുപിടിക്കേണ്ടത്. ആമേൻ. ഓസ്റ്റിൻ ബ്രദർ എന്തെങ്കിലും തെറ്റുണ്ട് കണ്ടുപിടിക്കേണ്ടത്. ഓൺലൈനിലായിരിക്കുന്നവർക്കായി സ്തോത്രം. കർത്താവ് നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹല്ലേലൂയ. ആമേൻ. ഓസ്റ്റിൻ